ഓക്കെ. പേര് മനോഹരമായി തന്നെ പരിചയപ്പെടുത്തി. പേര് നമീർ എന്നാണ്. ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ സ്ഥലം കുറ്റ്യാടി തന്നെ, തൊട്ടിൽപ്പാലം എന്ന് പറയുന്ന പ്രദേശത്താണ്. പൈക്കളങ്ങാടി എന്ന് പറയും. നിങ്ങൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൈക്കളങ്ങാടി ഇക്ര കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, അതിന്റെ അടുത്താണ് വീട് വരുന്നത്. അപ്പോ ഞാൻ കുറച്ച് സ്ലൈഡ്, വലിയ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും എനക്ക് പറയാൻ വേണ്ടിയിട്ടൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോ ഞാൻ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആരോടും അധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പൊ നിങ്ങൾ ഇതിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്റെ ഫാമിലി ഫോട്ടോ ആണ്, കുറെ പഴയതാണ്. ഇപ്പൊ ഒരാളും കൂടെ ഉണ്ട്. ഇതിൽ മൂന്ന് കുട്ടികളേ ഉള്ളൂ. ഇപ്പൊ ഒരാളും കൂടെ ഉണ്ട്. രണ്ട് പെങ്ങന്മാരും ഒരു അനിയനാണ് എനിക്കുള്ളത്. ഇതില് ചുവന്ന ഷർട്ട് ഇട്ട വിദ്യാർത്ഥിയാണ് ഞാന്. നിങ്ങൾ അതിൽ ഫോട്ടോത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഒരു ഒരു പെൺകുട്ടിനെ പോലെ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അത് ആരോടും സംസാരിക്കാത്ത, അല്ലെ ആരോടൊന്നും, എന്താ പറയാ, ഞാന് ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പെയാണ് പറയുന്നത്, ആരോടും അധികം സംസാരിക്കാത്ത, അല്ലെ ഒരു ഓട്ടോ വിളിക്കാൻ പറഞ്ഞാല്, എന്താ പറയാ, ഒരു ഓട്ടോ വിളിക്കാൻ പറ്റാത്തൊരു ആളായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത, അല്ലെ, മീൻസ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതെന്നല്ല പറയുന്നത്. നോർമലി തന്നെ എന്താ പറയാ, ഒരു ബന്ധം പുതുക്കൽ ഉണ്ടാവില്ലേ, അങ്ങനെ പോലും അറിഞ്ഞൂടാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരു മൂന്നാള് ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്തായാലും മുമ്പിൽ കൂടെ പോകാൻ അത്രയും പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. എന്നാൽ അതിനുശേഷം ബിസിനസ്സിൽ വന്നതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് എന്റെ SSLC ബുക്ക് ഇതിൽ കൊടുത്തതാണ്, വേറെ ഒന്നല്ല, ഞാൻ ഭയങ്കര പഠിപ്പിച്ചാന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ തപ്പി നോക്കിയാൽ പോലും ഇതിൽ A+ കണ്ടുപിടിക്കാൻ പറ്റൂല. 10ാം ക്ലാസ്സിലെ SSLC ബുക്കാണ്. എന്നെ സംബന്ധിച്ചിട്ട് 10ാം ക്ലാസ്സിൽ ഒരു A+ പോലും ഇല്ലാണ്ട് പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ മോശമാണെന്നൊന്നും എനക്കും അഭിപ്രായമൊന്നുമില്ല. ആ, അങ്ങനെ എന്താ പറയാ, വലിയ പഠിത്തത്തിലൊന്നും വലിയ, എന്താ പറയാ, ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാന് മൈലേഷ്യൻ മാർക്കറ്റിംഗിൽ വരുന്നതിന് മുമ്പേ വൂഷു, കുംഫു, റസ്ലിംഗ്, ജൂഡോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മെഡലും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് കുംഫുവില് ബ്രൗൺ ഫോർത്ത് എന്ന് പറയുന്ന ബെൽറ്റ് എടുത്തിട്ടുണ്ട്. അടുത്ത ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്ന സമയത്താണ് എനിക്ക് മൈലേഷ്യൻ മാർക്കറ്റിംഗിലേക്ക് വരുന്നത്. മാത്രമല്ല, വൂഷു എന്ന് പറയുന്ന മാർഷൽ ആർട്സ്, അതുപോലെ തന്നെ സ്പോർട്സ് പരമായിട്ട് ആ ഒരു മേഖലയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യത്തിന്റെ കോഴിക്കോട് ജില്ലയിലെ പ്ലെയർ ആയിട്ട് സ്റ്റേറ്റിൽ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം കോഴിക്കോട് ജില്ലക്ക് വേണ്ടി പ്രതിനിധീകരിച്ചിട്ട്, സോറി, ഇത് കോഴിക്കോട് ജില്ലയിൽ പോയി മത്സരിച്ചിട്ട് ഗോൾഡ് കിട്ടിയ ഒരു ഫോട്ടോ ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി പറ്റും. അത് ആ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റിലെ റൈറ്റ് ഇങ്ങോട്ടേക്ക് മൂന്നാമത്തെ അടിയിലുള്ള ആളാണ് ഞാൻ. അപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യത്തിലൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പഠനത്തിൽ മാത്രമേ മോശമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് അഡ്മിഷൻ നോക്കുന്ന സമയത്ത് എന്റെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാർക്ക് ഫുൾ A+ ഒക്കെ കിട്ടിയ ആളുണ്ട്. പക്ഷെ അവരൊക്കെക്കാളും മുമ്പേ തന്നെ വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസിന് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഒറ്റ A+ ഇല്ലാണ്ട് പാസ്സായ ഒരു ചങ്ങായി സയൻസ് പോയി പഠിച്ച എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം അതിൽ പഠിക്കുന്നതെല്ലാം കുറച്ച് പഠിപ്പിച്ച് കളയും. അല്ലെങ്കിൽ ഫുൾ A+ ഒക്കെ കിട്ടുന്ന കുട്ടികളായിരിക്കും നോർമലി സയൻസ് പഠിക്കുക. പക്ഷെ എനിക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഞാനിവിടെ എന്താ പറയാ, +2ല് സയൻസ് ആണ് പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. കാരണം ഞാൻ ഇത് +2ലെ സർട്ടിഫിക്കറ്റ് ആണ്. വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മാർക്കോടെ കൂടെ പാസ്സായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നും ഓർമ്മയാണ്. ഞാൻ ആ +2ലെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ സമയത്ത് എന്നോട് സുവാളജിയുടെ ടീച്ചർ ഒരു ഫോട്ടോ ഇവിടെ എനിക്ക് വേണം. ഞാൻ ചോദിച്ചു എന്തിനാ, ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ, എന്നോട് പറഞ്ഞത് ഒന്നുമില്ല, ഇവിടെ ചുമരുമ്പത്ത് വെക്കാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ. അപ്പൊ എന്നോട് പറഞ്ഞത് ആടെ സ്പോർട്സ് കോട്ടയിൽ വന്നിട്ട് ആരും പാസ്സായിക്കില്ല, ആദ്യമായിട്ട് പാസ്സായത് ഞാനാ. കാരണം സയൻസിലാണ് പറഞ്ഞത്. പക്ഷെ ഞാന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഏത് സംഗതിയിൽ പോയി കഴിഞ്ഞാലും കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിൽ ഞാൻ പാസ്സാവും. അപ്പൊ അങ്ങനെ ജസ്റ്റ് പാസ്സാണ്, എന്നാലും പാസ്സായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്, വേറൊന്നല്ല. അപ്പോ ആഹ് ഇത് എന്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്തുള്ള ഇത് ബിസിനസ്സിന് ഞാൻ പ്രോഗ്രാമിൽ എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ വേറൊന്നല്ല, എന്റെ ഒരു ഫ്രണ്ടിനെ നിർത്തിക്കാൻ വേണ്ടി പോയതാ. ആ ഫ്രണ്ട് ഇതിലില്ല ട്ടാ. അപ്പോ പുള്ളിക്കാരൻ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പ്രാവശ്യം വൂഷു എന്ന് പറയുന്ന മാർഷൽ ആർട്സിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിന് പോയ സമയത്ത്, ഞാൻ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് ഇറങ്ങിയ സമയത്ത് കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് ഇറങ്ങിയ ആളാണ് എന്റെ ഒരു ഫ്രണ്ടാണ് ഷാഫി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരെ ഒരു ദിവസം ഉണ്ട് ഒരു സ്റ്റാറ്റസ് വെച്ചിരിക്കുക, കുറെ എന്റെ അന്നേരത്തെ ഭാഷ പറയുകയാണെങ്കിൽ കുറെ കോട്ട് സ്യൂട്ടുള്ള പൊട്ടന്മാരെ സ്റ്റേജിൽ കയറുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഞാൻ അന്നേരത്തെ ഭാഷ പറഞ്ഞിട്ടെ, ഇന്നത്തെ ഭാഷയാണ്, ഞാനും കോട്ട് സ്യൂട്ടിട്ട് സ്റ്റേജിൽ കയറലുണ്ട്. അപ്പോ കുറെ കോട്ട് സ്യൂട്ടിട്ട പൊട്ടന്മാരെ സ്റ്റേജിൽ കയറുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അന്നേരം തന്നെ ഞാൻ ഷാഫിനെ വിളിച്ചിട്ട് ഷാഫിനോട് പറഞ്ഞു, ഷാഫി ഇന്നത്തോടു കൂടെ ഇനി പരിപാടി നിർത്തിക്കൊള്ളണം, ഇത് ഫുള്ള് തട്ടിപ്പാണ്, ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് ഈ പരിപാടിക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞ. അപ്പൊ അങ്ങനെയാണ് ഷാഫിനെ നിർത്തിക്കാൻ വേണ്ടി കുറെ നെഗറ്റീവ് അടിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞ്, എടാ,
ആന്നല്ല, ഇത് നല്ല പ്രൊഡക്റ്റുകളാണ്, നല്ല നല്ല ബിസിനസ്സാണ്, ഇത് അങ്ങനെ ഇങ്ങനെ എന്നല്ല എന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് കാര്യം, നമുക്ക് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഓക്കെ, എന്തായാലും ഞാൻ ഇഞ്ചി നാട്ടിലേക്ക് വരുമ്പോൾ വിളിക്കാം, കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ഇനി നോക്കിയിട്ട് വിളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ട്, ഒരു ദിവസം രാവിലെ എന്നെ വിളിക്കുന്നത്, എന്നോട് പറഞ്ഞു നമീറെ, ഞാൻ ഇങ്ങനെ കല്ലാച്ചിക്ക് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് എന്താക്കാം നേരിട്ട് കല്ലാച്ചിന്ന് കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാ പിന്നെ പ്രശ്നമില്ല, ഞാൻ എന്നാ കല്ലാച്ചിക്ക് വരാം. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാ നിൽക്കേണ്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങളെ ക്ലബ് ഉണ്ട് അവിടെ, ഇവിടെ കല്ലാച്ചി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു പമ്പ് ഉണ്ട്, പമ്പിന്റെ നേരെ ഇപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മേലെയാണ് ഞങ്ങളെ ക്ലാസ് വരുന്നത്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു അതിന്റെ താഴെ നിന്നു എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അവിടെ പോയി ആ ഒരു ബിൽഡിങ്ങിന്റെ താഴെ ഇങ്ങനെ നിന്ന്. ഇപ്പൊ കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ചെങ്ങായി വരുന്നില്ല. അപ്പോ ഞാൻ നോക്കുമ്പോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പൊട്ടന്മാരുണ്ടല്ലോ കോട്ട് സൂട്ടോട്ടെ, അങ്ങനെയുള്ള കുറെ പൊട്ടന്മാരെ കയ്യിൽ കോട്ടും പിടിച്ചിട്ടുണ്ട് മേലോട്ടേക്ക് കയറി പോകുന്നു. അതായത് അവിടെ ഞാൻ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഹോൾ ഉണ്ട്, ഹോളിൽ മേലോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്, കോണിയും കയറിയിട്ട് കുറെ ആളുകൾ കോട്ട് കൈ പിടിച്ചിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ കുറെ സാധാരണക്കാർ ഇങ്ങനെ ആ കോണിയും കയറിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ എന്തോ എടുത്താനുള്ള പരിപാടിയാണ്, അപ്പോ എന്തോ പ്രോഗ്രാമിനാണ് ഇവൻ വിളിച്ചതെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് അന്നേരം സംഗതി കത്തി. അപ്പോ ഞാൻ ഷാഫിനെ വിളിച്ചിട്ടുണ്ട്, ഷാഫിയെ ഞാൻ എടുത്തുന്ന് ചോദിച്ചു. ഞാനൊരു 10 മണിക്ക് തന്നെ എത്തിക്കുകയാണ്, ചെങ്ങായി 10 മണിക്ക് എത്തിയിട്ടില്ല, ഒരു 10:30 10:45 ആ സമയത്തുണ്ട് ആര് വരുന്നു, ഷാഫി വരുന്നു. ഇപ്പോ നോർമലി നമ്മള് അങ്ങനെ തന്നെയാണ്, നമ്മള് ഗസ്റ്റിനോട് വലിയ ഡയലോഗ് അടിച്ചിട്ട് പറയും ഇങ്ങനെ 10 മണിക്ക് GTS ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മക്കറിയായിരിക്കും ഇത് 10 മണിക്ക് ചിലപ്പോൾ തുടങ്ങലുണ്ടാവില്ല, ചിലപ്പോൾ 10:30 കഴിക്കും തുടങ്ങലെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താക്കും 10:30 എത്തും. എന്റെ ഗസ്റ്റിന് എന്താക്കും 10 മണിക്ക് അവിടെ കൊണ്ടുപോയിടും. അതെന്ന് പറഞ്ഞാല് ഗസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഗസ്റ്റ് അന്നേരം തന്നെ നെഗറ്റീവ് ആവും. പക്ഷെ ഞാൻ നെഗറ്റീവ് ആയിക്കില്ല. ഞാൻ നെഗറ്റീവ് ആത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഞാൻ സത്യത്തിൽ ബിസിനസ് കേൾക്കാൻ വന്നതല്ല, ഞാൻ അങ്ങനത്തെ ഒരു ഗസ്റ്റ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് ആയത്. ഞാൻ ഓനെ നിർത്തിക്കാൻ വന്നതാണല്ലോ. അപ്പൊ ആരതാണ് ആവശ്യം, എന്റെ ആവശ്യമാണ്. അപ്പൊ നമ്മളെപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു GTSനുള്ള ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നേരത്തെ തന്നെ, അവര് 10 മണിക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 9:30 എത്തുക. GTS എത്ര മണിക്ക് തുടങ്ങുന്നു എന്നല്ല നമ്മളൊരു മാനദണ്ഡമല്ല, നമ്മൾ അവരോട് പറഞ്ഞ സമയത്തിന് മുമ്പേ എത്തുക എന്നുള്ളതാണ്. അപ്പോ ഷാഫി വന്നൊരു 10:30 10:45 അപ്പോ ഷാഫി ഒറ്റയ്ക്കല്ല വന്നത്, മൂപ്പരെ കൂടെ തന്നെ രണ്ടാൾ, ബൈക്കിന്റെ മേലെ രണ്ടാളുണ്ട്, വേറൊരു ബൈക്കിന്റെ മേലെ ഒരാളെയും കൂടെ കൂട്ടിയിട്ട് വേറൊരാള്, രണ്ടാള് വേറെയുണ്ട്. അപ്പൊ ഇവരൊക്കെ വന്നു, അവിടെ ഇറങ്ങി എന്നിട്ട് എന്നോട് പറഞ്ഞ് ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരെ നാലാളെയും കൂടെ, അതായത് മൂപ്പരടക്കം 5 ആൾ, ഇവരെ 5 ആളും കൂടെ മേലോട്ടേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ആ കോണി കയറിപ്പോയി. എന്നോട് പറഞ്ഞ ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കോണി കയറിപ്പോയി, അവരവിടെ ആക്കിയിട്ട് ഇവൻ തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു നബീർ എനിക്കെന്നാ പറയാനുള്ളത്. അപ്പൊ ഞാൻ കുറെ നെഗറ്റീവ് അടിച്ചു, ആൾക്കാർ തീർന്നു അല്ലെ, ആൾക്കാർ ചേർത്ത് കഴിഞ്ഞാൽ ആൾക്കാർ, ഞാൻ ഒന്നും വെറുതെ പറയൂല, എല്ലാം കണക്ക് വെച്ചിട്ടാ പറയൂ. അപ്പൊ ഞാൻ കണക്ക് വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത്, അതായത് 24ാമത്തെ സ്റ്റെപ്പ് എത്തുന്ന സമയത്ത് കേരളത്തിലുള്ള എല്ലാവരും തീർന്നു, അത് കഴിഞ്ഞ് ഒരു 5 6 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങളും തീർന്നു, പിന്നെ ഇനി ഏടുന്നെടുത്തിട്ട് ആളെ ചേർക്കുക, എനിക്ക് 24 6 28 ആഴ്ച മാത്രമേ എനിക്ക് വരുമാനം വേണ്ടു അതെല്ലാം ചോദിച്ചിട്ട് ഭയങ്കര നെഗറ്റീവ് അടിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു എടാ ഇങ്ങോട്ടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് എന്നോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഇത്ര വരുമാനം ഒന്നും കൊടുക്കില്ല, 2 10 കൊടുക്കുക, അപ്പൊ ഇന്ന് അതും കണക്ക് വെച്ചിട്ടാ പറഞ്ഞത്, ഒരു മൺസ്റ്ററുടെ കണക്കാണെങ്കിലും ഞാൻ കണക്ക് വെച്ചിട്ടെല്ലാം പറയും. അപ്പോ അതും കണക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത്ര വരുമാനം ഒന്നും കിട്ടില്ല എന്നുള്ളത് മൂപ്പർക്ക് പറഞ്ഞു കൊടുത്ത്. അപ്പൊ എന്നോട് പറഞ്ഞ് എടാ ഇനി പറഞ്ഞാലേ ശരിയാണ്, എന്നാലും മേലെ ഇപ്പൊ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇനി ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി നോക്ക്. അപ്പൊ ഞാൻ വരില്ല, ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നല്ലോ, ഇനി ഈ പരിപാടി ചെയ്യരുത്, ഞാനും ചെയ്യില്ല, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി അങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ നെഗറ്റീവ്, ഞാൻ പറഞ്ഞ് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് അതിന്റെ മേലെ കയറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളോടും ചിലപ്പോൾ കുറെ ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ കുറെ നെഗറ്റീവ് അടിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു എടാ അതൊന്നല്ല, നീ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം കയറിയിട്ട് എനിക്ക് നല്ലതെല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു 10 400 ആൾക്കാരെ വലിയൊരു പ്രോഗ്രാമാണ് അവിടെ മേലെ നടക്കുന്നത്, അപ്പൊ എനിക്ക് നല്ലതെല്ലാം ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നടന്ന് ഞാൻ മൈക്ക് മേടിച്ചിട്ട് ഇനി മൈക്കിൽ നെഗറ്റീവ് പറഞ്ഞോ, എന്നിട്ട് ഇനി 400 ആൾക്കാരെ നിർത്തിച്ചു. സത്യം പറഞ്ഞാൽ ഞാനൊരു ഹോളിലേക്ക് കയറുന്ന ഒരു 400 ആൾക്കാരാ ഈ ബിസിനസ് നിർത്തിക്കാന്നുള്ളതുകൊണ്ടാണ്. കാരണം എന്റെ ആ ഒരു സമയത്തുള്ള പ്രധാന ഹോബി ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അവരെ നിർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 3 സുഹൃത്തുക്കൾ ഞാൻ ഈ ഷാഫീനെ കാണുന്നതിന് മുമ്പേ തന്നെ നിർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നാലാമതൊരു ചെങ്ങായിനെ കിട്ടിയതാണല്ലോ, അപ്പൊ ഇവനെ നിർത്തിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ 400 ആളെ നിർത്തിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഏത് ഷാഫി പറഞ്ഞില്ലല്ലോ, പക്ഷെ മൈക്കൊന്നും വാങ്ങി സംസാരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. നമ്മളെ ആ ഒരു സംഗതി ഉണ്ടല്ലോ, വെറുതെ അങ്ങ് കയറി വിട്ട് അങ്ങനെ ഹോളിലേക്ക് കയറി അവിടെ ജി ടി എസ് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോ എന്നെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടാണ് ഇരുത്തിയത്. അപ്പോ ഫ്രണ്ടിൽ ഒരു 3 സീറ്റ് ഉണ്ട്, അപ്പൊ അവിടെ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നത് വേഗം പോയിട്ട് വേക്കൻഡ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഇരുന്നപ്പോ മുമ്പിൽ ഇരിക്കുന്ന എന്നെ പിന്നെ എടുത്ത് മുമ്പ് കൊണ്ടിട്ട്, അപ്പൊ ഒരു 3ാമത്തെ റോയിലാണ് ഞാൻ ഇരുന്നത്. അപ്പോ MC ഒരാൾ ഭയങ്കര ആവേശത്തിൽ MC എടുത്ത്, ഇവിടെ MC എടുത്ത മേഡത്തിന്റെ പേര് പ്രജില എന്നല്ലേ അല്ലെ? അതെ 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 അല്ലേ? അതെ, പ്രജല പ്രജല ഓക്കെ വേണം. ഓക്കെ ഓക്കെ. അപ്പോ പ്രജില മേഡം എവിടെ?
പ്രജില മേഡം ഭയങ്കര ആവേശത്തിലാണ് MC എടുത്തത് അല്ലെ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് അവിടെ ഭയങ്കര ആവേശത്തിലാണ് ഒരാൾ MC എടുത്തിട്ടുള്ളത്. അപ്പോ MC എടുത്ത ആൾ ഭയങ്കര ആവേശത്തിൽ MC എടുത്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അതിനുശേഷം അയാൾ പറഞ്ഞ് ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണെന്നാണ്. അപ്പൊ ഞാൻ തന്നെ ഇവിടെ ഭാഗ്യമൊന്നുമില്ല, ഇവിടെ വെറുതെ വന്നിട്ട് ഇവരെല്ലാം പൊട്ടന്മാരാ, എന്ത് ഭാഗ്യം. കാരണം നോർമലി ഒരു GTSന്റെ MC പറയില്ല എല്ലാവരും ഭാഗ്യവാന്മാരാണ്, കാരണം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നാളെ നമ്മൾ ലീഡർ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അപ്പൊ ഒരു കോട്ട് ഷൂട്ടെല്ലാം ഇട്ടിട്ടുള്ള ഒരാൾ വന്ന് അയാള് GTS എടുക്കാൻ വേണ്ടി തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അദ്ദേഹം റോബർട്ടോ കിയോസാക്കിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് മുമ്പോട്ടേക്ക് എത്തുന്ന സമയത്ത് അവര് നമ്മുടെ ബിസിനസിന്റെ പ്ലാൻ ഒക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞ റോബർട്ടോ കിയോസാക്കിന്റെ മറ്റേ റിച്ച് ഡാഡ് പുവർ ഡാഡ് പറഞ്ഞ ബിസിനസ് അതില്ല ക്യാഷ് ഫ്ലോ കോട്ടന്റ്, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഇതെല്ലാം ശരിയാണല്ലോ, ഇതൊക്കെ ഉള്ള കാര്യം തന്നെ. അപ്പൊ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ബിസിനസിന്റെ പ്ലാൻ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പോ 10,000 വെച്ച് 1,200 കിട്ടും. അപ്പൊ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൈയടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് 10,000 വെച്ച് 1,200 കിട്ടും, പിന്നെ 2,400 കിട്ടും. ആഴ്ച വരുമാനം കൂടുന്ന സമയത്ത് അവിടുന്ന് കൈയടി കിട്ടുന്നുണ്ട്, എന്റെ പുച്ഛവും കൂടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഷാഫിനെ നോക്കും, 1,200 കിട്ടിയാലേ നല്ല മുന്നേ ആ ഓനെ വൻ പുച്ഛാണ്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട് ഞാനാണ് അങ്ങനെ ഇരിക്കുന്ന ഷാഫിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നത്. ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഈ ചെങ്ങായി എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടെങ്കിലും. കാരണം ആ ലെവല് എന്താ പറയാ ആക്കലാണ് ഞാനാണ് ഇരുന്ന് ആക്കുന്നത്. അപ്പോ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ GTS ഇങ്ങനെ കഴിയാൻ വേണ്ടി ഇതാക്കാണ്. ഇപ്പൊ GTS കഴിഞ്ഞ് ലാസ്റ്റ് വരെ 2,10,000 കിട്ടും. ഇപ്പൊ ഞാൻ ഷാഫിനെ നോക്കിയിട്ട് വൻ പുച്ഛം തന്നെ, വൻ പുച്ഛം, പുച്ഛത്തിന്റെ അങ്ങേ അറ്റം. അപ്പോ ആ ലെവലിലേക്ക് ഭയങ്കര ഇതായിരുന്നു, ഇടങ്ങാറാക്കായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് GTS കഴിഞ്ഞു. അടുത്ത ഓരോരുത്തരെ ഓരോ ലീഡേഴ്സിനായിട്ട് അങ്ങോട്ടേക്ക് വിളിച്ച് എന്റെ അന്നേരത്തെ ഭാഷയെ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ പുട്ടും നിന്ന് വന്ന് തള്ളുന്ന കുറെ ലീഡേഴ്സിനാണ് അങ്ങോട്ട് വിളിച്ചത്. എന്റെ അന്നേരത്തെ ഭാഷയാണ്, ഇതൊന്നും ഇന്നേരത്തെ ഭാഷയല്ല. അപ്പോ ആദ്യം തന്നെ വിളിച്ചൊരു അരക്കുറ്റിപ്പുട്ടിലെ നിന്ന് വന്ന ലീഡേഴ്സിന് എന്ന് പറഞ്ഞാൽ ടീം കോർഡിനേറ്റർ ലീഡേഴ്സിന്. അപ്പൊ അവര് വന്നു, അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ തള്ളൊക്കെ തള്ളി. ഇത് ആഴ്ചക്ക് ഒരു 5,000 റുപ്യ 10,000 വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവര് ചെറിയ ചെറിയ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയൊക്കെ പറഞ്ഞു. പിന്നെ രണ്ടാമത് ATC ലീഡേഴ്സിന് അങ്ങോട്ടേക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്നേരത്തെ ഭാഷ പറയുകയാണെങ്കിൽ ഒരു കുറ്റി പുട്ടിൽ നിന്ന് കുറച്ചും കൂടി ഒരു തള്ളിന്റെ അളവൊന്നും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അവർ ഒരു കുറ്റി പുട്ട് നിന്നിട്ടാണ് അവിടെ വന്നത്. അവരുടെ തള്ളി ഇത് മൊബൈൽ ഫോൺ എടുത്തതും ഒരു ആഴ്ചക്ക് ഒരു 10,000 15,000 റുപ്യൊക്കെ വരുമാനം കിട്ടിയൊക്കെ അവരവിടെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 1.5 കുറ്റിപ്പുട്ടൊക്കെ തന്ന DTC ലീഡേഴ്സിനെ വിളിച്ചു. എന്ന് പറഞ്ഞാൽ ഓരോരോ പ്രാവശ്യം കഴിയുന്ന സമയത്തും അളവ് കൂടി വരുന്നുണ്ട് തള്ളിന്റെ. അപ്പൊ അങ്ങനെ ഓരോരുത്തരെ വിളിച്ചു. അങ്ങനെ STC റാങ്കിലൊക്കെ എത്തിയ സമയത്ത് അവിടെ വന്നിട്ടുള്ള ലീഡേഴ്സ് പറഞ്ഞ അവര് കാർ എടുത്തതും അങ്ങനെയൊക്കെ സംഗതി, അതായത് STC RTC ലീഡേഴ്സ് ഒക്കെ പറഞ്ഞ കാർ എടുത്ത കഥയിലാണ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് ഞാൻ വൻപുച്ച, ഇതെല്ലാം വെറുതെ തള്ളുന്നതായിരിക്കും, ഇതൊന്നും ഉണ്ടാവില്ല, പിന്നെ തള്ളിയിട്ട് മറച്ചിട്ട് ആൾക്കാരെ കൂട്ടേണ്ട പരിപാടിയല്ലേ, ഇങ്ങനെയൊക്കെ വൻ നെഗറ്റീവാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പല റാങ്കിലുള്ള ആൾക്കാരെ NTC വരെയുള്ള ലീഡേഴ്സിനെ അവിടെ വിളിച്ചു. അങ്ങനെ കഴിഞ്ഞു. ലാസ്റ്റ് അവസാനം അവിടെ കൺക്ലൂഡിങ് സെക്ഷന് വേണ്ടിയിട്ട് ഒരു ലീഡർ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അതിങ്ങനെ ഇതുവരെ വിളിച്ച ലീഡേഴ്സിനൊക്കെ വിളിച്ചത് 2,00,000 മേച്ചിട്ടുള്ള TC ലീഡേഴ്സ്, 5,00,000 മേച്ചിട്ടുള്ള ATC ഇങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷെ അവസാനം വിളിച്ച വ്യക്തിനെ വിളിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ തന്നെ പകരം വെക്കാനില്ലാത്ത ആചാര്യനും അതുപോലെ തന്നെ എന്താ പറയാ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഭയങ്കര ആവേശത്തിലാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് വിളിക്കുന്നത്, ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ. അപ്പോ അദ്ദേഹത്തിന് ഭയങ്കര ആവേശത്തിൽ അങ്ങോട്ടേക്ക് വിളിച്ചു. ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയിരുന്നു അദ്ദേഹം ആ ഒരു സമയത്ത്. അപ്പോ അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് വിളിച്ചു. അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിന് ഓണറിംഗ് ഒക്കെ കിട്ടി. അതായത് പൊന്നാട അണിയിച്ചു കൊടുത്ത്, ബൊക്ക കൊടുത്ത്, മാല കൊടുത്ത്, തലയിൽ തലപ്പാവ് വെച്ചു കൊടുത്ത്. അപ്പൊ ഇതൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇയാളെ രാജാവും. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും, അതായത് പുള്ളിക്കാരനെ വിളിച്ച സമയത്ത് എല്ലാവരും എണീച്ചു നിൽക്ക്, എണീച്ചിക്കാത്ത ഒറ്റ വ്യക്തി നമീർ മാത്രമായിരിക്കും. കാരണം എന്താ, ഞാൻ എന്നെ സംബന്ധിച്ച് ഇവരെല്ലാം ഇങ്ങനെ ഞാൻ ബഹുമാനിക്കുന്ന എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ബാക്കിയെല്ലാവരും എണീച്ചത് ഞാൻ മാത്രമാണ് ഇരുന്നത്. കാരണം എനക്ക് അങ്ങനെ ബഹുമാനമൊന്നുമില്ല, ഏത് ആളെ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാനവിടെ ഇരിക്കുന്നത്. അപ്പോ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് ഈ ഓണറിംഗ് കിട്ടിയ ലാസ്റ്റ് കൺക്ലൂഡിംഗ് സെക്ഷൻ വന്ന വ്യക്തി സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹത്തിന്റെ പഴയ വീട് കാണിച്ചു തന്നു. എന്നിട്ടാണ് മൂപ്പര് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ അയാള് പറഞ്ഞതാ കണ്ട ഫുള്ള് ഇറ്റാലിയൻ മാർബിൾസ് ആണ് ഇട്ടത്. നോക്കുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾസോ ഈ വീടിനോ, അതൊരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീട്, ഒരു വീഴാനായ ഒരു വയനാട്ടിലുള്ള ഒരു സാധാരണ ഒരു പഴയ ഒരു വീടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു വീടാണ്. ഓടിട്ടൊരു വീടാണ്, അതും പൊട്ടിപ്പൊളിയാനായിട്ടുള്ള വീട്. അപ്പൊ അയാൾ പറഞ്ഞു ഈ വീട്ടിൽ നിന്നായിരുന്നു അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അദ്ദേഹം ആദ്യം ഒരു പ്ലാന്റേഷൻ തുടങ്ങിയ കഥയും, അപ്പൊ അതിനുശേഷം ആ പ്ലാന്റേഷൻ നഷ്ടത്തിലായതും, അതിനുശേഷം മൂപ്പര് പല മേഖല, അതായത് പ്ലാന്റേഷൻ നഷ്ടമായ സമയത്ത് ഏകദേശം 40 ലക്ഷത്തോളം കടാശ്വാസം വയനാട്ടിൽ അത് കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയതും, ഇതൊക്കെ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം
അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം മൂപ്പർ വർക്ക് ചെയ്തത് ഒരു ടാക്സി മേഖലയിലാണ്. എന്ന് പറഞ്ഞാൽ 1000 റുപ്യ വരുമാനത്തിന് വേണ്ടിയിട്ട് ഡെയിലി വയനാട് മാനന്തവാടി ടാക്സി ഓടിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ ടാക്സി ഈ ബിസിനസ് ഒരു 4 വർഷം ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് ടാക്സി ഓടിച്ച് അതേ റൂട്ടിലൂടെ ഇന്നോവ ക്രിസ്റ്റയും മേഴ്സിഡീസ് ബെൻസും BMW ഒക്കെ മാറി മാറി ഓടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ വേണ്ടി പറ്റുള്ളത് ഈ ഒരു മൈലേഷ്യൽ മാർക്കറ്റിംഗിൽ വന്നത് കൊണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി, ഇങ്ങനെയൊക്കെ മാറ്റം ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാവും എന്നുള്ളത്, ഇതിലൊക്കെ വരുമാനം കിട്ടുമെന്നുള്ളത്. അപ്പൊ എന്നിട്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. കാരണം എന്താ, ഞാനവിടെ നേറ്റീവ് അടിക്കാൻ വന്ന ആളല്ലോ. അപ്പൊ ഞാൻ ഷാഫിനോട് പറഞ്ഞ്, മൂപ്പര് KSRTC വന്ന് ഇറങ്ങിയിട്ടായിരിക്കും ഈ തള്ളുന്നത്. മൂപ്പര് വണ്ടി എടുത്ത കാര്യം. അപ്പൊ മൂപ്പര് 3 മെഴ്സിഡീസ് ബെൻസും BMW ഇന്നോവ ക്രിസ്റ്റോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യാൻ തയ്യാറല്ല. കാരണം ഞാൻ നേറ്റീവ് അടിക്കാൻ വന്നതാണല്ലോ. അപ്പാട് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാഫി എന്താ പറയാ, മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി എന്ന് പറയില്ല. അപ്പൊ അത് കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഞാൻ പറഞ്ഞ്, ഇതെല്ലാം വെറുതെ പറയുന്നതാണ്. മൂപ്പർ KSRTC അത് നമുക്കറിയാലേ, നമ്മളെ തൊട്ടിൽപ്പാലത്ത് നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ KSRTC വയനാട്ടിൽ എല്ലാവരും പോവുക, തിരിച്ചു വരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ KSRTC വന്ന് ഇറങ്ങിയിട്ടേക്ക് മൂപ്പര് തള്ളുന്നത്, മൂപ്പര് ഇത് വണ്ടിയൊന്നും ഇല്ല നല്ല രീതിയിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, അതൊന്നല്ല മൂപ്പര് ഇത് വണ്ടി ഉണ്ട്, നമുക്ക് ലാസ്റ്റ് എന്താകും പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെ പോയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എന്നാ പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് മാത്രമേ ബാക്കി നമ്മൾ സംസാരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം മൂപ്പർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സത്യത്തില് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു 3-4 പോയിന്റ് ഞാൻ ഈ ഒരു മീറ്റിംഗിൽ പറയാം. അതായത് പുള്ളിക്കാരൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ ബിസിനസ് എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, യാതൊരു മുതൽ മുടക്കും ഇവിടെ ഇല്ല. നമ്മൾ ഒരു ഉറുപ്പ്യ പോലും എന്താക്കണം ഇവിടെ മുതൽ മുടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് എന്താക്കാം, ഈ ഒരു ബിസിനസ്സിൽ ഐഡിയ അടിക്കാൻ പറ്റും. ഒരു മുതൽ മുടക്കും ഇല്ല. മാത്രമല്ല, കൊടുക്കുന്ന പൈസക്കുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 10,000 രൂപ നമ്മൾ മുടക്കുകയാണെങ്കിൽ 14,000 രൂപേന്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചാൽ പോലും നമുക്ക് 4,000 റുപ്യ ലാഭമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ, യൂസ് ദ പ്രൊഡക്റ്റ്, ഫീൽ ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫീൽ ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുക. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവം ഉണ്ടാവും, നല്ല അനുഭവം ഉണ്ടാവും, ചീത്ത അനുഭവം ഉണ്ടാവും. നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യാൻ കൊണ്ട് നല്ല അനുഭവം മാത്രമേ ഉണ്ടാവും. യൂസ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫീൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞാൽ നല്ലതായെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ലവ് ദ പ്രൊഡക്റ്റ്, നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടുക. എന്നിട്ട് മാത്രം ദെൻ റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ്, എന്നിട്ട് മാത്രം ആ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാന്നാണ് ആ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഒരു താല്പര്യമായിട്ട് തോന്നി. കാരണം എന്താ, നല്ല ഉൽപ്പന്നങ്ങളാണ്, നമ്മളത് ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം അതിന് ഇഷ്ടപ്പെടുക, എന്നിട്ട് മാത്രം അത് റെക്കമെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനു മുമ്പേ ഒരു കമ്പനി, അതായത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നല്ല, വേറെ ഒരു കമ്പനിയും പറയാത്തൊരു കാര്യമാണ് എന്ത്, നല്ലതാണെങ്കിൽ അതിന് ഇഷ്ടപ്പെടുക എന്നിട്ട് അത് റെക്കമെൻഡ് ചെയ്യാം. നമുക്ക് പരസ്യത്തിലെല്ലാം കാണുന്ന എന്താ, ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്, അപ്പോ കുറെ ആൾക്കാർ മറ്റേ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് പല പേസ്റ്റിന്റെ എല്ലാം പരസ്യം നമ്മൾ കാണുന്നത്. പക്ഷെ ആരും എന്ത് പറയുന്നില്ല, നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, എന്നിട്ട് നല്ലതാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ട് അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയും പറയുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കമ്പനി അങ്ങനെ പറയുന്നത് കേട്ടത്. അത് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ആണ്. അത് മൈലേഷ്യൽ മാർക്കറ്റിംഗ് നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. മീറ്റിംഗിൽ അതിന് കൈയടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അങ്ങനെ എന്താ പറയാ, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത് മൂപ്പർ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ആദ്യത്തെ വരുമാനം മാത്രം നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വരുമാനം മേടിക്കും. പക്ഷെ പിന്നെ നമുക്കൊരു വരുമാനം വേണമെങ്കിൽ, നമ്മുടെ കൂടെ ഒരു 2 ആളുകളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുമാനം മേടിക്കണം, എന്താക്കണം, അവർക്ക് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് വരുമാനം മേടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടൂ. അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത് തോന്നി. കാരണം എന്താ, നോർമലി ഞാൻ കാണുന്ന ഡയറക്ട് സെല്ലിങ്ങിലെല്ലാം ആളെ പറ്റിക്കുന്ന പരിപാടി, ആൾക്കാരെ പൈസ പോയി എന്നല്ല കേട്ടോ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ആളുകൾക്ക് വരുമാനം മേടിച്ചു കൊടുത്തുകൊണ്ട് വരുമാനം മേടിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്. അപ്പൊ യാതൊരു നഷ്ടസാധ്യത ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഓക്കെയാണ്. പക്ഷെ ഞാൻ ചെയ്ത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറില്ല. കാരണം എന്താ, ഞാൻ എങ്ങനെ നിർത്തിക്കാൻ വന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ, വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്തതിനെ കൊണ്ട് ഞാൻ അപ്പാട് ചെയ്യാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് താഴെ പോയ സമയത്ത് എനിക്ക് ആ വണ്ടി കാണിച്ചത്, അതായത് പുള്ളിക്കാരൻ വന്ന, അതായത് അന്ന് അവിടെ കൺക്ലൂഡ് ചെയ്യാൻ വന്ന വ്യക്തി വന്ന വണ്ടി എനിക്ക് കാണിച്ചു തന്നെ. അപ്പൊ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു, വണ്ടി ഒരു കിടിലൊരു BMW, ഒരു നീല BMW ആണ്. അപ്പൊ കണ്ടിരുന്ന എനിക്ക് ഭയങ്കര ആവേശമായി. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു വണ്ടിയെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ക്രേസ് ഉള്ള ആളാണ്. അപ്പോ എന്നോട് പറഞ്ഞു, ഇതാണ് മൂപ്പറ വണ്ടി. ഞാൻ പറഞ്ഞു, മൂപ്പറ വണ്ടി ഒന്നല്ല, മൂപ്പർ വാടകയ്ക്ക് എടുത്ത് വന്നായിരിക്കും, നമ്മള് വിട്ടുകൊടുക്കൂലോ. അപ്പൊ ഞാൻ പറഞ്ഞു, വാടകയ്ക്ക് എടുത്തിട്ട് വന്നായിരിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അതൊന്നല്ല, മൂപ്പറ വണ്ടി തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി വേണമെങ്കിൽ എന്താക്കിയോ, സൈറ്റ് ഉണ്ടല്ലോ, കേരള സർക്കാരിന്റെ സൈറ്റ് ഉണ്ടല്ലോ, പരിവാഹൻ, അപ്പൊ അതിൽ കയറി നോക്കിയോന്ന് പറഞ്ഞു. അങ്ങനെ പരിവാഹൻ എടുത്ത് അതിൽ RTOന്റെ സൈറ്റ് എടുത്ത് അതിൽ ഈ ഒരു വണ്ടി നമ്പർ അടിച്ചു കൊടുത്തു. ആ ഒരു വണ്ടി നമ്പർ അടിച്ചു കൊടുത്ത സമയത്ത് എനിക്കൊരു പേര് കാണാൻ വേണ്ടി പറ്റി. അന്നനക്ക് ആ പേര് കേട്ടാൽ വലിയ വികാരമൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇന്ന പേര് പറയുന്നതാ രോമം എണീച്ചു. അതാണ് ആ പേരിന്റെ പ്രത്യേകത. മറ്റാരുമല്ല, ഇന്ന് ഇന്ന് ഇന്ത്യയിലെ തന്നെ വളരെ ശക്തമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ന് എന്താ പറയാ, ഒരു ടാക്സി ഓടിച്ച് അതേ റൂട്ടിലൂടെ ഇന്നോവ ക്രിസ്റ്റയും മെഴ്സിഡീസ് ബെൻസും BMW ഒക്കെ മാറി മാറി ഓടിക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി പറ്റിയിട്ടുള്ള, പണ്ട് മോളെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഇന്ന്
മോളെ ബർത്ത്ഡേക്ക് ബലേനോ എന്ന് പറയുന്ന കാറ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ സ്വന്തം അതേ മകളുടെ കല്യാണത്തിന് മകക്ക് ഒരു എന്താ പറയാ ബെൻസിന്റെ ഒരു കാറ് സമ്മാനമായി കൊടുക്കുക. അതുപോലെ തന്നെ 2 കിലോ സ്വർണ്ണം. നമ്മളൊക്കെ കാണലെന്ന പവന്റെ കണക്ക്, പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞ 2 കിലോ സ്വർണ്ണമാണ് മോളെ കല്യാണത്തിന് കൊടുത്തതെന്നാ. ഞാൻ ആ കല്യാണം ഡയറക്റ്റ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്, കണ്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഞാനതൊക്കെ അത് മാലൊക്കെ ഇട്ട് ഇത് ഇവിടുന്ന് മുതൽ ഇവിടം വരെ മാലയാ. സ്പേസ് ഇല്ല, ഒരു ചെറിയൊരു സ്പേസ് പോലും ഇല്ലാത്ത രീതി. അതുപോലെ തന്നെ കയ്യിന്റെ ഇവിടം മുതൽ ഇവിടം വരെ വളയാണ്. അപ്പൊ ആ ലെവലിലേക്കാണ് കല്യാണം നടത്തിയിട്ടുള്ളത്. ആ ലെവലിലേക്ക് മാറാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഗ്ലോബൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പ്രസാദ് സാറെ, മട്ടത്തിൽ സുകുമാരൻ പ്രസാദ് എന്ന് പറയും, MS പ്രസാദ് സാറായിരുന്നു അന്ന് ആ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടു. ഞാൻ അവിടുന്ന് അവിടെ തിരിച്ചു കയറി. അവിടെ റൗണ്ട് അപ്പ് സെക്ഷൻ ഉണ്ടായിരുന്നു. റൗണ്ട് അപ്പ് സെക്ഷനിൽ ഒരുപാട് ലീഡേഴ്സ് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതിലൊരു ലീഡർ ഭയങ്കര ആവേശത്തിൽ എന്നോട് സംസാരിച്ചു. ഇങ്ങനെ 2-10 കിട്ടും, അത് ഞാൻ എന്തായാലും മേടിക്കും, നിങ്ങൾക്ക് മേടിച്ചിരുന്നത് ഭയങ്കര ആവേശം സംസാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് ക്ലിയർ ചെയ്തു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അവിടുന്ന് എന്റെ സംശയങ്ങളൊക്കെ ഞാൻ അവിടുന്ന് ക്ലിയർ ചെയ്തു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ഇപ്പൊ എനിക്ക് ആ ലീഡറുടെ നമ്പർ തന്നു. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചത്, എന്നോട് അന്ന് സംസാരിച്ച ആ ഒരു ലീഡർ, അന്ന് മൂപ്പർ ഏരിയ ടീം കോർഡിനേറ്റർ ആയിരുന്നു, എന്താ പറയാ ടച്ചിങ് DTC ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ച വെച്ചാൽ മൂപ്പർക്ക് 2-10 കിട്ടുന്നുണ്ടെന്നില്ല. കാരണം എന്താ, മൂപ്പർ ഈ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ വിചാരിച്ചേ മൂപ്പർക്ക് എല്ലാ ആഴ്ച 2-10 കിട്ടും. പക്ഷെ ഭയങ്കര ആവേശമാണ് മൂപ്പർ സംസാരിച്ചത്. എന്നാൽ അന്ന് മൂപ്പർക്ക് 5000, 2000, 3000 ചില ആഴ്ച വരുമാനം കിട്ടാത്ത ആഴ്ച പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം എനിക്ക് മനസ്സിലായത്. കാരണം DTC റാങ്കാണല്ലോ, നമുക്ക് അറിയുന്ന കാര്യം. അപ്പോ പുള്ളിക്കാരൻ അന്ന് ഭയങ്കര ആവേശത്തിലാണ് സംസാരിച്ചത്. അപ്പൊ ആ ഒരു ആവേശം കണ്ടിട്ടാണ് എനിക്ക് ചെയ്യണം എന്നുള്ളത് തോന്നിയത്. അപ്പൊ അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അന്നും പുള്ളിക്കാരന് ആ 2-10 കിട്ടിയിട്ടില്ലെങ്കിലും 5000, 2000, 3000 ഒക്കെ ആയിരുന്നു വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആവേശം കൊണ്ട് ഞാനും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുള്ളിക്കാരെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന വ്യക്തി ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തി. ആഴ്ച വരുമാനം സ്വന്തം അക്കൗണ്ടിൽ 2,10,000 വാങ്ങിച്ചെടുത്തു എന്ന് മാത്രമല്ല, കൂടെ വന്ന ഏകദേശം 1/2 ഡസനോളം ആൾക്കാർക്ക് ഈ 2,10,000 വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് ബിസിനസ് ചെയ്യുന്ന എന്റെ ഗ്രേറ്റ് ലീഡർ, എന്റെ മെന്റർ ആയിട്ടുള്ള റിലാൽ സാർ ആയിരുന്നു. അത് നാഷണൽ ടീം കോർഡിനേറ്റർ റിലാൽ സാർ, നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടു പരിചയം ഉണ്ടാവും. അപ്പൊ പുള്ളിക്കാരനായിരുന്നു. അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ഞാൻ തിരിച്ച് എന്റെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയ എന്റെ ഫ്രണ്ട്സ് ആണ്. 5 ഫ്രണ്ട്സ് ആണ് ഇത്. എന്റെ കൂടെ +2 പഠിച്ച ഫ്രണ്ട്സ് ആണ്. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഈ ഒരു എന്റെ നേരെ ഇപ്പുറത്തുള്ള ഒരു വാച്ച് കാണിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ചെങ്ങായി ഉണ്ടല്ലോ, അൻഷിൽ PV എന്നാണ് പേര്. പുള്ളിക്കാരൻ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ ക്ലാസ് ഏറ്റവും നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയുള്ള ഒരാളാണ് പുള്ളിക്കാരൻ. എല്ലാവരും നല്ലോണം പഠിക്കും, അത് വേറെ. പിന്നെ പുള്ളിക്കാരൻ +2 പഠിക്കുന്ന സമയത്ത് തന്നെ എൻട്രൻസ് എഴുതി. അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടി. അങ്ങനെ പുള്ളിക്കാരൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണിത്. അത് ഞാള് എല്ലാവരും കൂടെ കണ്ടുമുട്ടിയതാണ് പെട്ടത്. അപ്പോ ഞാൻ കുറ്റ്യാടി നിന്ന് മുമ്പ് ബസ് കയറ്റുന്ന സമയത്ത് കുറ്റ്യാടി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് നിന്ന് എടുത്തൊരു ഫോട്ടോ, ഒരു സെൽഫിയാണിത്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം എടുത്ത ഒരേ ഒരു ഫോട്ടോ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് വെച്ചതാണ്, പറഞ്ഞല്ല. അപ്പൊ അപ്പോ ആ ഒരു ഫോട്ടോ ആണിത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കുമല്ലോ. കാരണം എന്താ, എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ദിവസമാണ്. ഞാൻ മൈലേഷ്യൽ മാർക്കറ്റിംഗിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. എന്റെ പഴയ ഒരു ഗോലയിലാണിത്, പണ്ട് വർക്ക് ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ. ഈ ഫോട്ടോ കാണിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പല മയത്തും എല്ലാ മയയും വളരെ ശക്തമായിട്ട് കൊണ്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും താമരശ്ശേരിയും അതുപോലെ തന്നെ മലപ്പുറവും പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടും പിന്നെ കണ്ണൂരൊക്കെ ആയിട്ട് വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്റെ അടുത്ത് ആകെ ഒരു സ്കൂട്ടിയും ഒരു ബൈക്കും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ മയം ഞാൻ കൊള്ളലുണ്ട്. അപ്പൊ ഞാൻ പറയും, എന്തായാലും അടുത്ത മയ ഞാൻ എന്തായാലും കൊള്ളൂല എന്ന രീതിയിൽ പല സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു 2-3 വർഷത്തെ മഴ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് റിസൾട്ടുകൾ ഇന്ന്, അന്ന് മഴ കൊണ്ടതിനുള്ള റിസൾട്ട് ഇന്നാണ് എനിക്ക് കിട്ടുന്നത്. ഞാനപ്പോ മുബീൻ സർ പറയുന്ന ഒരു വാക്കുണ്ട്, കർമ്മണ്യെ വാദി കാര്യസ്ഥ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സാധനം പറയുന്നുണ്ട്. ഏതിലാണ്, ഗീതയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പറഞ്ഞ കാര്യമാണ്, കറക്റ്റ് കാരണോടാ. അപ്പോ ആ ഒരു സംഗതി മൂപ്പര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, നമ്മളൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കർമ്മം ചെയ്യുക, ഒരിക്കലും ഫലം നോക്കിയിട്ടല്ല നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. നമ്മളെ കർമ്മം ചെയ്യാം, ഫലം ഇച്ഛിക്കാൻ പാടില്ല. ഫലം തരേണ്ടത് അങ്ങനെ കിട്ടേണ്ടതാണ്. എന്നാൽ ദൈവം തരേണ്ടതാണ് ഫലം എന്ന് പറയുന്നത്, അല്ലെ പടച്ചവൻ തരേണ്ടതാണ് ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഫലം എന്തായാലും ദൈവം തന്നോളൂ. നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ദൈവം കാണുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമ്മൾ ഫലം ഇച്ഛിക്കാണ്ട് കർമ്മം ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഞാൻ തുടക്ക സമയത്ത് അതായിരുന്നു, ഞാൻ എന്റെ ഫലം ഒന്നും നോക്കില്ല, അതിന് എന്ത് റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുക, ഞാൻ ഇത്രയും പണിയെടുത്തില്ല, എന്റെ കൂടെ ആരും വരുന്നില്ല, അല്ലെ മെനക്കെടില്ല, എന്റെ കൂടെ ആരും വരുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ കൂടെ ആരും ബിസിനസ്സിൽ വരുന്നില്ലല്ലോ. ഞാൻ പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഒറ്റ ഡയലോഗ് കേട്ട സമയത്ത് ഞാൻ പിന്നെ ചിന്തിക്കില്ല. കാരണം എന്താ, ഫലം എന്തായാലും ഒരു ദിവസം എനിക്ക് കിട്ടും. ഞാൻ ഇന്ന് മെനക്കെടുന്ന എന്റെ ഫലമൊക്കെ എനിക്ക് കിട്ടും. കാരണം പല സമയത്തും ഞാൻ മലപ്പുറത്തേക്കൊക്കെ 1000-2000 റുപ്യ മുടക്കിയിട്ടാണ്. ഹലോ മേഡം. ആ ഓക്കെ. അപ്പോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ,
അങ്ങനെ പല സമയത്തും ഇങ്ങനെ മലപ്പുറത്തൊക്കെ 1000 2000 ഒക്കെ കൊടുത്തിട്ട് വർക്കിന് പോകും. പക്ഷെ വർക്കിന് പോകുന്ന സമയത്ത് ഒരു ഉറുപ്പ്യ പോലും എന്താക്കില്ല, വരുമാനം കിട്ടാറില്ല. കാരണം എന്താ, അവര് ചിലപ്പോൾ 500 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം ഒരു 45 രൂപ നമുക്ക് കിട്ടുക. പക്ഷെ ഈ 45 രൂപയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ എന്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്കൊക്കെ ദൈവം കാണുന്നുണ്ടല്ലോ, ആര് കണ്ടിട്ടില്ലെങ്കിലും പടച്ചവൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു ദിവസം എനിക്ക് റിസൾട്ട് കിട്ടുന്ന എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അച്ചീവ്മെന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏഹ് ഓക്കെ. ആദ്യമായിട്ട് ഈ ബിസിനസ്സിലൂടെ ഞാൻ എടുത്ത ഒരു ബൈക്കാണ്, ഒരു R15 V3 എന്ന് പറയുന്ന ഒരു ബൈക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റി. അതിനു മുമ്പൊക്കെ വർക്കിന് പോയിട്ടുണ്ടായിരുന്ന ഫ്രണ്ടിന്റെ ഒരു വണ്ടിമേലായിരുന്നു, സെൽഫ് പോലും ഇല്ലാത്തൊരു വണ്ടിമേൽ. അപ്പോൾ ഞങ്ങളോട് പല ആൾക്കാരും ചോദിക്കലുണ്ട്, അതായത് എല്ലടോ ഇന്നലെ വലിയ 210 കഥയെല്ലാം പറയുന്ന ഒരു 2000 റുപ്യന്റെ സെൽഫ് റെഡി ആയിക്കൂടി എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ വളരെ കോൺഫിഡൻസിൽ വർക്ക് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 2 ലക്ഷം റുപ്യ വില വരുന്ന ഒരു R15 V3 എന്ന് പറയുന്ന ഒരു വണ്ടി എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ പറ്റി. അതിനുശേഷം എന്റെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, ഇതാണ് എന്റെ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു ആഴ്ച വരുമാനമാണ് ഇത്. 74,358 റുപ്യ വരെ ഒരു ആഴ്ച വരുമാനം, അതായത് നെറ്റ് എമൗണ്ട് ആണ് പറയുന്നത്. 74,358 റുപ്യ വരെ എനിക്ക് ഒരു ആഴ്ച വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു എന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ATC റാങ്ക് മുതൽ, അതായത് ഒരു 2 2.5 വർഷമായിട്ട് ATC റാങ്ക് എത്തിയത് മുതൽ വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ATC റാങ്ക് മുതൽ ഇന്ന് വരെ ഒരാഴ്ച പോലും മുടങ്ങാണ്ട് എവറി വീക്ക് എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും ചെറുതായിട്ടെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ട്. അതെന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ എല്ലാവരുടെയും പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ആഴ്ച റീറ്റെയിൽ ചെയ്തിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു പർച്ചേസ് ഞാൻ നടത്തും. എന്റെ ടീമിൽ ആരും നടത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പർച്ചേസ് നടത്തും. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എന്റെ ടീമിൽ ഇപ്പോൾ പല ലീഡേഴ്സും, എനിക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ടർ മുതൽ തന്നെ ഇന്ന് വരെ, അതായത് അവർ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഡിസ്ട്രിബ്യൂട്ടർ റാങ്ക് മുതൽ ഇന്ന് വരെ പോലും വരുമാനം മുടങ്ങാണ്ട് മേടിച്ച ലീഡേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ചെയ്തിട്ടാണെങ്കിൽ അവരെന്താക്കും, ഒരു 10,000 പർച്ചേസ് ഒരാഴ്ച കൊണ്ടുവരും. ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ATC റാങ്കിൽ എത്തിയ സമയത്ത്. അത് മുതൽ ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന ഈ ആഴ്ച വരെ, റീജിയണൽ ടീം കോർഡിനേറ്റർ ഈ ആഴ്ച വരെ ഒരാഴ്ച ഒരു മുടങ്ങാണ്ട് എവറി വീക്ക് എനിക്ക് വരുമാനം മേടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതെന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ എല്ലാവരുടെയും പറയാനുള്ള ഒരു കാര്യമാണ്. പിന്നെ ഓക്കെ, അടുത്തൊരു അച്ചീവ്മെന്റ് ആണ്. ഒക്കെ അതിനുശേഷം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഏകദേശം 10 ലക്ഷം രൂപ വില വരുന്ന ഒരു ഹുണ്ടായിന്റെ വെന്യൂ എന്ന് പറയുന്ന കാർ ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി പറ്റി. കളിയാക്കിയവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അച്ചീവ്മെന്റ്സ് ആണ് ഇതൊക്കെ. ഇത് നിങ്ങൾക്കും ഇതുപോലുള്ള ഒരുപാട് അച്ചീവ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, നമ്മളെ കർമ്മം ചെയ്യുക, വെറുതെ എന്താ പറയാ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. മറിച്ച് എന്താക്കുക, നമ്മളെ കർമ്മം ചെയ്യുക, ഫലം നോക്കേണ്ട കാര്യമില്ല. അതൊരു ദിവസം എന്തായാലും നമ്മുടെ കയ്യിലേക്ക് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം നോർമൽ ഒരാൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് എന്നാ ചെയ്യുക, ചെലവെല്ലാം ചുരുക്കി പിടിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വണ്ടി എടുത്ത് നേരെ പിറ്റത്താഴ്ച പോയിട്ട് ഒരു ഫോണും കൂടെ എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി. ഏകദേശം 90,000 റുപ്യ വില വരുന്ന iPhone 16 ആണിത്. അപ്പോൾ അത് നേരെ പിറ്റത്താഴ്ച പോയിട്ടാണ് ഞാൻ എടുത്തത്. നോർമൽ എല്ലാവരും ചെയ്യുന്ന കാര്യം, വണ്ടിയെല്ലാം എടുത്തിട്ട് ചെലവ് ചുരുക്കി പിടിക്കുകയാണ് ചെയ്യുക. ഞാൻ നേരെ ചെലവ് കൂട്ടുകയാണ് ചെയ്തത്. അടുത്ത ആഴ്ച പോയിട്ട് എന്താക്കി, ഒരു iPhone എടുത്തു. അത് കഴിഞ്ഞ് ഒരു കറക്റ്റ് ഒരാഴ്ചക്ക് ശേഷം ഞാൻ എന്താക്കി, അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഒരു വണ്ടി. ഒക്കെ ഇങ്ങനെ ഒരു സ്കൂട്ടി, ഒരു ഏതറിന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടിയും കൂടെ ഏകദേശം 2 ലക്ഷം റുപ്യ അടുത്ത് വില വരുന്ന ഒരു ഏതറിന്റെ സ്കൂട്ടിയും കൂടെ രണ്ടാഴ്ചയ്ക്ക് ശേഷം പിന്നെ എനിക്ക് അച്ചീവ്മെന്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഴ്ചക്കാണ് ഒരു അച്ചീവ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ലെവലിലേക്ക് എനിക്ക് മാറാൻ വേണ്ടി പറ്റി. ഇന്ന് ഞാൻ 2 വണ്ടി ഒരേ സമയത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഹുണ്ടായിന്റെ വെന്യൂ, അതുപോലെ തന്നെ ഏതറിന്റെ സ്കൂട്ടിയും. മറ്റേ ബൈക്ക് ഞാൻ 2 പ്രാവശ്യം ആക്സിഡന്റ് ആയ സമയത്ത് കൊടുത്തു കഴിഞ്ഞിട്ടാ. അപ്പോ ലെവലിലേക്കാണ് എന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാലേ, ഇന്ന് മൈലേജ് സെയിൽ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ മൈലേജ് സെയിൽ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വൻ ശക്തമായിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ഇന്ന്
നാട്ടിൽ മൊത്തത്തിൽ ഉണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്ന് മെയിൻ ആയിട്ട് എന്താ പറയാ, ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നിദാഖാത്ത് പോലുള്ള പ്രശ്നം കൊണ്ട് ഒരുപാട് ആൾക്കാരാണ് നാട്ടിൽ. ഇപ്പൊ എന്റെ ഒപ്പം തന്നെ നിദാഖാത്തിന്റെ പ്രശ്നം കൊണ്ടാണ് സൗദിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പം ഇതുവരെ പിന്നെ പോയിട്ടില്ല. അതിന് ശേഷം കൊറോണ കൊറോണ സമയത്ത് വന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാലേ, പ്രവാസികൾക്ക് ഇരുട്ടേടി യു എയിൽ പോലും സ്വദേശിവൽക്കരണം എന്ന് പറഞ്ഞാൽ നിദാഖാത്ത് പോലെ തന്നെയുള്ള പരിപാടി. സ്വദേശി ഏറ്റവും ഉയർന്നതായിരിക്കും, നിയമം പാലിച്ചില്ലെങ്കിൽ കനത്ത പിഴ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം, അതായത് 2025 ജൂലൈ 21 വന്നൊരു പത്ര റിപ്പോർട്ടാണിത്. അതായത് യു എയിൽ പോലും സ്വദേശിവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വദേശിവൽക്കരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് തന്നെ ജോലി കൊടുക്കുക എന്നൊരു സംഭവം. ഇപ്പൊ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 5-10 ആൾക്കാരെ ഇതിൽ കണ്ടില്ല, 20 ജീവനക്കാരിൽ കൂടുതൽ എല്ലാ സ്ഥാപനങ്ങളും സ്വദേശിവൽക്കരണം നിർബന്ധം എന്നാണ് പറഞ്ഞത്. കാരണം നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 20 ആൾക്കാർ അവിടെയുള്ള ആൾക്കാരെ ജോലിക്ക് നിർത്തണം. അവരാണെങ്കിൽ ചിലപ്പോൾ പണി പോലും എടുക്കില്ല, പക്ഷെ അവർക്ക് സാലറി കൊടുക്കേണ്ടി വരും. നമുക്കറിയാലോ അറബിയുടെ കാര്യം. പക്ഷെ നമുക്ക് മലയാളികൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പൊ അവിടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മളൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും ഇവരെ വെച്ചിട്ട് ജോലി എടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അവിടെ റിസൾട്ട് കിട്ടൂല. എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭത്തിലേക്ക് നമുക്ക് പോവാത്തൊരു അവസ്ഥയിലാണ് ഇന്ന് പല വിദേശ രാജ്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ആളുകളെ എന്താ പറയാ, അവിടുത്തെ സ്വദേശി അവർക്കല്ലേ റെഡിക്ക് ജോലിയാണ് വേണ്ടത്. നമ്മളെല്ലാം പോയിട്ട് അവിടെ നിന്ന് ജോലി എടുത്തത് നമ്മളൊക്കെ ചവിട്ടി പുറത്താക്കുവാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റേ ട്രംപ് മറ്റേ ഇവ ട്രംപ് അല്ലേനാ ട്രംപ് തന്നെയല്ലേ ഇപ്പൊ അടുത്ത പ്രസിഡന്റ്, അതെ ട്രംപ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് അവരും സ്വദേശിവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞൊരു കാര്യം, ഇപ്പം അവരുടെ അത് അമേരിക്കയിലുള്ള പല ഈ IT മേഖലയിലുള്ള കമ്പനികളും പ്രവർത്തിക്കുന്നത് ഇന്ന് ഇന്ത്യയിലാണ്. കാരണം എന്താ, ഇന്ത്യയിൽ ഒരുപാട് ജനസംഖ്യ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് യൂത്ത് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത്. ഇവരെ കൊണ്ടാണ് റെഡിക്ക് പറഞ്ഞ അമേരിക്കൻ കമ്പനികളൊക്കെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ എന്തുണ്ട്, അമേരിക്കൻ കമ്പനികളുണ്ട്. എന്ന് പറഞ്ഞാൽ മൂപ്പര് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇനി എല്ലാ കമ്പനിയും അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു വിളിക്കുന്നതാണ്. ഒരു കമ്പനിയും പുറത്ത് വർക്ക് ചെയ്യേണ്ടതാണ്. അവർക്ക് എന്തെല്ലോ കാര്യങ്ങളൊക്കെ ഇപ്പം ഒഴിവാക്കുന്ന രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇന്ത്യക്കാർക്ക് ഇനിയും ജോലി നഷ്ടപ്പെടാൻ വേണ്ടി പോവാണ്. ഇത് മാത്രമാണോ ഇപ്പോഴത്തെ പ്രശ്നം? മാത്രമല്ല, നമുക്കറിയാം AI, റോബോട്ടിക്സ്, ഒരുപാട് റോബോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതിനെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട പണി റോബോട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോ കണ്ണൂർ ഒരു ഇതുണ്ട്, അതായത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ പണിയെടുക്കുന്നത്, ഫുഡ് കൊണ്ട് കൊടുക്കുന്നില്ല ആരാ? റോബോട്ടുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറെ മുമ്പേ ഉള്ള ഹോട്ടൽ തന്നെയാണ്. ഇപ്പം അവിടെ ഫുഡ് കൊണ്ട് കൊടുക്കുന്ന ആള് ആരാണ്? റോബോട്ടാണ്. ഇന്ന് പല ജോലികളും നമ്മൾ എടുക്കേണ്ട പല ജോലികളും എടുക്കുന്നത് പല റോബോട്ടിക്സിലേക്ക് ലോകം മാറി എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരുടെ ജോലി അങ്ങനെ നഷ്ടപ്പെടും. പിന്നെ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, AI. ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം ഇന്ന് ഒരുപാട് ആൾക്കാർക്കാണ് ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഇപ്പൊ AI ക്യാമറ, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് AI ക്യാമറ. AI ക്യാമറ വന്നേരം ആർക്കെങ്കിലും ജോലി നഷ്ടപ്പെട്ടില്ല? നിങ്ങൾ അറിയില്ല, ഇല്ലല്ലോ. എന്നെ സംബന്ധിച്ച് ആരും വിചാരിക്കുന്ന ആരും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ AI ക്യാമറയെ കൊണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, AI ക്യാമറക്ക് പകരം സാധാരണ ഒരു നോർമൽ ക്യാമറയെ വെച്ച് നോക്കുക. ഒരു നോർമൽ ക്യാമറയെ വെച്ചതെങ്കിൽ എത്ര ആൾക്കാർക്ക് ജോലി കിട്ടുന്നു? ഒരു പോലീസുകാരൻ ഇങ്ങനെ നിന്ന് നോക്കണം, എന്ത്, ആരാണ് ഹെൽമെറ്റ് ഇടാണ്ട് പോയത്? ഒരു ക്യാമറ, നോർമൽ ഒരു ക്യാമറ വെച്ച് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പോലീസുകാരൻ എന്ത് നോക്കണം? ആരാണ് ഹെൽമെറ്റ് ഇടാണ്ട് പോയെന്നുള്ളത് നോക്കണം. എന്നിട്ട് മറ്റൊരു പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കണം, എന്ത്, എടാ ഇപ്പൊ ഒരാൾ ഹെൽമെറ്റ് ഇടാണ്ട് പോയിട്ടുണ്ട്, ഒന്ന് ഇൻഫർമേഷൻ കൊടുക്കണം എന്ന് പറയും. അപ്പൊ ഇയാൾ എന്ത് പറയും? ഇന്ന സമയത്ത് ഇന്ന ടൈമിന് ഒരാൾ ഹെൽമെറ്റ് ഇടാണ്ട് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആര് പറഞ്ഞു കൊടുക്കും? ഈ ഒരു പോലീസുകാരൻ അടുത്തൊരു പോലീസുകാരൻ പറഞ്ഞു കൊടുക്കും. അമ്മ അടുത്തൊരു പോലീസുകാരൻ എന്താക്കും? ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അതൊരു മെയിലായിട്ട് അടുത്ത പോലീസുകാരന് ആർക്ക് അയച്ചു കൊടുക്കും? ഈ ആരാണോ ഇതാക്കാത്ത അവർക്ക് മെയിലായിട്ട് അയച്ചു കൊടുക്കും. പക്ഷെ ഇന്ന് ഇതിന്റെ എല്ലാം എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഒരു കാര്യമില്ല. കാരണം എന്താണ്? ഫുള്ള് AI എടുത്തോളും. AI ക്യാമറ വെച്ച് കഴിഞ്ഞാൽ AI ക്യാമറ തന്നെ ആരാണോ ഹെൽമെറ്റ് ഇടാണ്ട് പോയത് അവന്റെ ഫോട്ടോ എടുത്തോളും. എന്നിട്ട് അവനിക്ക് തന്നെ എന്തായി കൊടുക്കും? ഈ വണ്ടി നമ്പർ നോക്കിയിട്ട് അവനിക്ക് തന്നെ മെയിൽ ചെയ്ത് കൊടുക്കും. ഈ ലെവലിലേക്കാണ് ഇന്ന് എന്തായിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ AI മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ AI ക്യാമറ വെച്ചിട്ടില്ലെങ്കിൽ നോർമൽ ക്യാമറ വെച്ചാൽ ഒരു ക്യാമറയുടെ തന്നെ 3 ആൾക്കെങ്കിലും മിനിമം ജോലി കിട്ടും. 3 പോലീസുകാർക്കെങ്കിലും മിനിമം ജോലി കിട്ടും. അപ്പോ ഒരുപാട് ആൾക്കാരെ പോലീസിലേക്ക് ഇപ്പൊ എടുക്കുമായിരുന്നു. 300 ക്യാമറയാണ് വെച്ചത്. 3x3 900 ആൾക്കാർക്കാണ് ഒറ്റ അടിക്ക് ജോലി കിട്ടേണ്ടത്. ഏത്? നോർമൽ ക്യാമറ വെച്ചാണെങ്കിൽ. നോർമൽ ക്യാമറക്ക് വരെ AI ക്യാമറ വെച്ചതിനെ കൊണ്ട് 900 ആളുകളുടെ പണിയാണ് ഒറ്റ പ്രാവശ്യം ഈ കേരളത്തിൽ നഷ്ടപ്പെട്ടത്. ഇല്ലെങ്കിൽ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഒരു 900 ആൾക്കാർക്കെങ്കിലും കേരളത്തിന് ജോലി കിട്ടണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ലല്ലോ. അതാണ് AI പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ മൈക്രോസോഫ്റ്റിൽ ഈ വർഷം വെറും 5 മാസം കൊണ്ട് 50,000 ആൾക്കാർക്കാണ് ജോലി നഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട്? AI വന്നതിനെ കൊണ്ട്. കാരണം ഇവരെടുക്കേണ്ട പണി AI എടുത്തോളും. AIക്കാണെങ്കിൽ ഫുഡ് കൊടുക്കണ്ട, എന്താ പറയാ, ഇന്ന സമയത്ത് നമ്മളിപ്പോ പണിക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നമ്മൾ വർക്ക് ചെയ്യും. പക്ഷെ AI ഇതൊന്നുമില്ലല്ലോ. AI 24 മണിക്കൂറും പണിയെടുത്തോളും. അതുകൊണ്ട് തന്നെ 50,000 ആൾക്കാർക്കാണ് എന്തായത്, ഈ AI വന്നതിനെ കൊണ്ട് ജോലി. ഇതൊക്കെ പേപ്പർ കട്ടിങ് കേട്ടാ. ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നൊരു വാർത്തയാണിത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മാത്രം ബാംഗ്ലൂരിൽ നിന്ന്, നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് ബാംഗ്ലൂരിൽ നിന്ന്, 50,000 IT പ്രൊഫഷണൽസ് ആണ് കഴിഞ്ഞ വർഷം 2024 മാത്രം ജോലി നഷ്ടപ്പെട്ടത് ബാംഗ്ലൂരിൽ. ഈ വർഷം അതിന്റെ ഇരട്ടിയെങ്കിലും 1 ലക്ഷം ആളുകൾക്കെങ്കിലും മിനിമം ഈ കൊല്ലം
ഇത് AI കാരണം ജോലി നഷ്ടപ്പെടും. ഇത്രയും ഡേഞ്ചറിലൂടെയാണ് AI വന്നത് കൊണ്ട് ആളുകളുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് വിദ്യാർത്ഥികൾ എന്താകുന്നുണ്ട്, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ അവരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളത്, അതുപോലെ തന്നെ മാത്രമല്ല ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ നമുക്കറിയാം അല്ലെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ 68% വർക്കിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ 15 മുതൽ 64 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാരാണ് 68% വരുന്നത്. അപ്പൊ ഇത്രയാ ജനങ്ങൾ എന്തുണ്ട് ഇന്ത്യയിലുണ്ട്. 142.86 കോടി ജനങ്ങൾ. ഇത് അന്നേരത്തെ 2022 കണക്കാണ് ഇത്. അതിലും കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത്ര ആളുകൾ ഇന്നുണ്ട്. എന്നാല് എനക്കൊന്ന് മൈലേഷ്യൽ മാർക്കറ്റിംഗ് 1% ആളുകൾ പോലും ഇതൊരു ഐഡിയ അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ നമുക്കുള്ളത്. നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. അപ്പോ ഇത് മാത്രമല്ല, ടെക്നോളജി നമുക്കറിയാലേ, പഴയ കാലത്തൊക്കെ ആളുകൾ ഈ ബിസിനസ് ചെയ്ത ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. ഒരു 2010 എല്ലാം മുമ്പേ ഈ ബിസിനസ് ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. അതായത് ഡയറക്ട് സെല്ലിംഗ് ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. അതായത് അവരൊക്കെ ID എൻ്റർ ചെയ്തത് പല കഫേയിലും പോയിരുന്നിട്ടാണ്. എന്നാൽ ഇന്ന് ID എൻ്റർ ചെയ്യാൻ കഫേയിൽ പോയി ഇരിക്കേണ്ട കാര്യമുണ്ട്? ആർക്കും പൈസ കൊടുക്കണം? വേണ്ട. ഫോണിലൂടെ ഒന്നോ രണ്ടോ മിനിറ്റിനെ കൊണ്ട് കഴിയുന്ന പരിപാടി എന്തുള്ളൂ? ID അടിക്കാനുള്ളൂ. മാത്രമല്ല, പണ്ട് ചെക്കായിരുന്നു ഇവിടെ വരിക, വീട്ടിലേക്ക് വരിക. അതും കുറെ സമയം എടുക്കും എത്താൻ വേണ്ടിയിട്ട്. ഇന്ന് ചെക്കാണ് വരിക. ഇന്ന് പക്ക അക്കൗണ്ടിലേക്ക് വരുമാനം കമ്പനി അയച്ചു തരുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ ഗൂഗിൾ പേ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്ത് സുഖമാണ് ഇന്ന് പൈസ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരത്തെ പോലെ അല്ലല്ലോ. മാത്രമല്ല, പണ്ട് ഇവിടെ ഒന്നും ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല. മറിച്ച് കേരളത്തിൽ ഔട്ട്ലെറ്റേ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല സ്ഥലത്തും നമുക്കിവിടെ അടുത്ത് തന്നെ വടകര ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, മലപ്പുറം, എല്ലാ ജില്ലയിലും ഇന്ന് ഔട്ട്ലെറ്റ്, അതും 25 കിലോമീറ്ററിന്റെ അടക്ക് ഉള്ളിലായിട്ട് എല്ലാ സ്ഥലത്തും ഔട്ട്ലെറ്റുകൾ വന്നു. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല, ടെക്നോളജികളെ കൊണ്ട് നമുക്ക് ഇന്ത്യ ഷോപ്പി വഴിയും നമുക്ക് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള കാര്യം നമുക്ക് ഇവിടെ ഉണ്ട്. ലീഡേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ ലെവലിലേക്ക് ഇത് മാത്രമല്ല, ഇന്ന് ലോകത്തിലുള്ള എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ്: ഹെൽത്തും, രണ്ടാമത്തത് വെൽത്തും, മൂന്നാമത്തെ ഹാപ്പിനെസ്സും. അപ്പൊ അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. ഹെൽത്തും വെൽത്തും എല്ലാവരും ആഗ്രഹിക്കുന്ന, കൊറോണയുടെ ശേഷമാണ് എല്ലാവർക്കും ഇതിന്റെ ഒരു പ്രയോറിറ്റി മനസ്സിലായത്. പണ്ടൊക്കെ നമ്മൾ ആൾക്കാരോട് വെൽനസ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറയും, എന്നാ പിന്നെ 2 കിലോ വെൽനസ് എടുത്തെന്ന് പറയും. കാരണം എന്താ? ഇവർക്ക് അറിഞ്ഞോട് എന്താ വെൽനസ് എന്നുള്ളത്. ഇപ്പോ വെൽനസ് എന്ന് പറയുന്ന സംഗതിന്റെ കാര്യങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ മനസ്സിലായത് ഈ ഒരു കൊറോണ സമയത്താണ്. അത് മാത്രമല്ല, ആയുഷ് എന്നെല്ലാം പറഞ്ഞാൽ എന്താന്നുള്ളത് പണ്ടൊന്നും ആർക്കും അറിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും ആയുഷ് പ്രീമിയം എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായത്. പക്ഷെ നമ്മളിപ്പം വിചാരിക്കുന്ന ആൾക്കാർക്കൊന്നും അറിഞ്ഞൂടാണ്. പക്ഷെ ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്താണ് ആയുഷ് എന്നും, അതുപോലെ തന്നെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും, എന്താണ് ഉൽപ്പന്നങ്ങൾ എന്നുള്ളതും വെൽനസ് എന്നുള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ പോയി കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ കിട്ടുന്ന ഒരു കമ്പനിയാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്തിനൊക്കെയാണ് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത്, ഇതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇത് എൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെന്റ്. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. ഞാൻ ഒരു ദിവസം ഈ ബിസിനസ്സിലൂടെ റീജിയണൽ ടീം റാങ്കിലേക്ക് എത്തി. അങ്ങനെ ഒരു നക്ഷത്ര എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രോഗ്രാം വടകര വെച്ചിട്ട് ഞങ്ങളുടെ ടീമിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിന്ന് എനക്കും എന്റെ ഫാമിലിക്ക് ഓണറിംഗ് കിട്ടുന്ന ഒരു ഫോട്ടോ ആണിത്. അന്നേരത്തെ ഒരു ഫോട്ടോ ആണ്. ഞാൻ വേറെ ഏതെങ്കിലും പ്രോഗ്രാം വെച്ച് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, ഇത്രയും ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ എന്താ പറയാ, ആരോ വന്ന് ഇതൊക്കെ ചെയ്തു തരുന്നു, അതുപോലെ തന്നെ ആരോ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തി തരുന്നു വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആരും വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരണം എന്നില്ല. മറിച്ച് എന്താണ്, നമ്മൾ തന്നെ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളൂ. നമ്മൾ മാത്രമാണ് നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് ഈ സമയം മുതൽ ആക്ട് ചെയ്ത് തുടങ്ങുക. നിങ്ങളൊക്കെ വിചാരിക്കുക ഇന്നത്തെ മീറ്റിംഗും കഴിഞ്ഞല്ലോ, അപ്പൊ നാളെ മുതൽ ഒന്ന് ഉഷാറാക്കണം എന്ന് പറയും. ഇന്ന് ചിലപ്പം മീറ്റിംഗ് കേട്ടിട്ട് എല്ലാവരും വിചാരിക്കുന്ന കാര്യം എന്താ, നാളെ മുതൽ ഒന്ന് ഉഷാറാക്കണം എന്നായിരിക്കും പലരും വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് മുതൽ ആക്ട് ആവും, ഈ സമയം മുതൽ നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുക. കാരണം നമ്മുടെ മുമ്പിൽ സമയമില്ല. ചിലപ്പോൾ നമ്മൾ നാളെ കാണേണ്ട ആളുകളൊക്കെ വേറെ ആരുടെയെങ്കിലും ടീമിൽ പോകും. ഇപ്പൊ കുറ്റ്യാടിക്കാരാണെങ്കിൽ നിങ്ങളോട് ഒറ്റ കാര്യം ഞാൻ പറയാം: നിങ്ങൾ ഇന്ന് പോയി വർക്ക് കൊടുത്തില്ല, നാളെ പോയി ഞാൻ വർക്ക് കൊടുക്കും. ഇത് ഞാൻ എന്റെ ടീമിലേക്ക് കൊടുത്തു. അതുകൊണ്ട് ഇന്ന് തന്നെ പോയിട്ട് വർക്ക് കൊടുത്തുവിടാം. അപ്പോ കുറ്റ്യാടിക്കാണെങ്കിൽ എല്ലാവരോടും, എനിക്ക് കുറ്റ്യാടി കാര്യമായിട്ട് ടീമൊന്നും ഇല്ല, മൊത്തം പുറത്താണ് ടീം വരുന്നത്. കോഴിക്കോട്, പിന്നെ അതുപോലെ തന്നെ മലപ്പുറം, ഇന്ന് 3 സ്റ്റേറ്റിൽ ഞാൻ വളരെ ശക്തമായിട്ട് ടീം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കേരള, തമിഴ്നാട്, കർണാടക. തമിഴ്നാട്ടിൽ കിടിലം അടിപൊളി ടീം എനിക്ക് ഇപ്പൊ സെറ്റായി വരുന്നുണ്ട്. ചെന്നൈയിൽ ഒരു 2-3 ഭാഗത്തായിട്ട് പ്രോഗ്രാം ടീം സെറ്റായി വരുന്നത്. അവർക്ക് GTS-നും കാര്യത്തിലൊക്കെ കയറുന്ന ടീമാണ്. ഇപ്പോൾ വരുന്ന ശനിയാഴ്ച പിന്നെ എന്റെ ടീമിലുള്ള ലീഡർ പിന്നെ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയി തിരിച്ചു വന്നതാണ്. ഒരു 3-4 ദിവസം ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചെന്നൈയിൽ വന്നിട്ട് ചെറിയൊരു കോമഡി കൂടി, സമയം ഉണ്ടല്ലേ, 45 ആയിട്ടുള്ളൂ, ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്, ഒരു ചെറിയൊരു കോമഡി പറഞ്ഞുതരാം. ഞാൻ ചെന്നൈയിൽ പോയി അവിടുന്ന് GTS അറ്റൻഡ് ചെയ്തു. GTS അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടുന്ന് ഒരു ടീം കോർഡിനേറ്റർ ATC ലീഡേഴ്സ്, എനിക്ക് തമിഴ് തീരെ അറിയില്ല കേട്ടോ. ഞാൻ പടം പോലും സിനിമ പോലും തമിഴ് കാണില്ല. അപ്പോൾ തീരെ എനിക്ക് തമിഴ് അറിയണം. അപ്പോൾ അവിടുന്ന് ഓരോ ലീഡേഴ്സ്, TC ലീഡേഴ്സ് ഒക്കെ അവിടെ പോയി എക്സ്പീരിയൻസ് പറയുന്നത്, ഇന്ത എന്താ പറയാ, ഇന്ത
വായ്പ കിടച്ചത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാല് എന്റെ ഭാഷ ഞാൻ വിചാരിക്കുന്നത് ഇവർക്കെല്ലാം വായ്പ കൊടുത്തിട്ടാണ് ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന വായ്പയെ കിടച്ചത് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാല് ഈ അവസരം കിട്ടിയെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കേട്ട് ഞാനൊരു DTC ലീഡറിലായ സമയത്ത് ഞാൻ റെൻസറോട് പോയിട്ട് പറഞ്ഞു, ഞാനൊരു റെൻസറുണ്ട്, റെൻസറോട് പറഞ്ഞു, റെൻസറെ എങ്ങളിൽ നിന്ന് ചതിയനാ, കാരണം എന്താ ഇവിടെയുള്ള എല്ലാവർക്കും അപ്ലൈ ലീഡേഴ്സ് വായ്പയെല്ലാം കൊടുത്തിട്ടാണ് ഒരു സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾ നമുക്ക് പൈസ ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ സത്യം പറഞ്ഞാൽ അവസരം കൊടുത്തതല്ലത്. അപ്പൊ റെൻസർ പറഞ്ഞ എല്ലാ മനുഷ്യ അത് അങ്ങനെയല്ല, അത് അവസരം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എനക്കൊരു തമിഴ് തീരെ അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എനിക്ക് ഇന്ന് തമിഴ്നാട്ടിൽ പോലും ടീമുണ്ട്, അവിടുന്ന് ബിസിനസ് വോളിയം കയറിയാലും എനിക്ക് വരുമാനം കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം നിങ്ങൾക്ക് പറയാനുള്ളൂ, കഴിവും കപ്പാസിറ്റി ഒന്നും ഇവിടെ എന്തല്ല ഒരു മാനദണ്ഡമല്ല, മറിച്ച് എന്താണ് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ആണ് ഇവിടെ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ വളരെ ശക്തമായിട്ട് എല്ലാവരും ഈ ഒരു ബിസിനസ് ചെയ്യുക. നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് അറിയാത്ത ഭാഷയിലുള്ള ആൾക്കാരടക്കം നിങ്ങളുടെ ടീമിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, അന്നേരം നിങ്ങൾക്ക് വരുമാനം കാര്യം. അപ്പൊ അത് ഞാനിപ്പോ അനുഭവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ നമുക്കറിയാലേ ഒരുപാട് ആൾക്കാർക്ക് ഐഡോൾ ഉണ്ട്. ഇപ്പൊ ഇത് ഞാൻ ഇപ്പം കൊടുത്തത് കിലിയൻ എംബാബെ എന്ന് പറയുന്ന ഒരാളാണ്. കിലിയൻ എംബാബെക്ക് എന്റെ ഐഡോൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. പുള്ളിക്കാരൻ ഭയങ്കര ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്. മൂപ്പര് ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ ആണിത്. ബേക്ക് ഫുള്ള് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഫോട്ടോയിൽ വെച്ചാണ് നിങ്ങൾ. മൂപ്പർ റൂമാണിത്, മൂപ്പർ ഉറങ്ങുന്ന റൂമാണിത്. ഫുള്ള് ക്രിസ്ത്യാനോ റൊണാൾഡോനെ മനസ്സിൽ കയറ്റിയിട്ട് ഒരു ആരാധന വിഗ്രഹമായിട്ട് മനസ്സിൽ കയറ്റിയിരിക്കുന്ന ഒരാളാണ് ആര്, കിലിയൻ എംബാപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു എന്താ പറയാ, അതുപോലെ ആവണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കിലിയൻ എംബാപ്പെ ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് അത് 25-ാമത്തെ വയസ്സിൽ ഓരോരുത്തർ അച്ചീവ്മെന്റ് ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 68 അപ്പിയറൻസ് ഉണ്ട്, അതിൽ ഗോൾ 22 ഗോളാണ് മൂപ്പർ നേടിയിട്ടുള്ളത്. അസിസ്റ്റ് ഉള്ളത് 12 മിനിമം ഗോൾ, അതായത് മിനിമം 228 മിനിറ്റിലാണ് മൂപ്പർ ഒരു ഗോൾ നേടിയിട്ടുള്ളത്. 25-ാം വയസ്സിലാണ് പറയുന്നത്. എന്നാലും മെസ്സി 216 മിനിറ്റിൽ ഒരു ഗോളെങ്കിലും ആ ഒരു പ്രായത്തിൽ നേടാറുണ്ട്. എന്നാൽ കിലിയൻ എംബാപ്പേന്റെ 25-ാമത്തെ വയസ്സിൽ നിങ്ങൾ നോക്കിയാൽ മതി, മിനിമം മിനിറ്റ് പെർ ഗോൾ എന്ന് പറഞ്ഞാൽ 123 മിനിറ്റിൽ ഒരു ഗോൾ മൂപ്പർ കളിയിൽ മൂപ്പർ അടിക്കുക. അതാണ് മൂപ്പറെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഇവരെക്കാളും വലിയൊരാളായിട്ട് ആര് മാറി, കിലിയൻ എംബാപ്പെ മാറി. പക്ഷെ കിലിയൻ എംബാപ്പന്റെ ആഗ്രഹം റൊണാൾഡോനെ പോലെ ഒരാളാവണം എന്നായിരുന്നു. എന്നാൽ 25-ാമത്തെ വയസ്സിൽ റൊണാൾഡോനേക്കാളും വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ട് ആര് മാറി, കിലിയൻ എംബാപ്പെ മാറിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എനിക്കും ഒരു ഐഡോൾ ഉണ്ട്. ഞാൻ എന്റെ ഐഡോളിന്റെ ഫോട്ടോ ആണ് എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. എന്റെ മെൻറ്ററും എന്റെ ഐഡോളും ഉള്ള ഫോട്ടോ ആണ് ഇത്. NTC അബോ മീറ്റിംഗിൽ പോയ സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ് ഇത്. എന്റെ മെൻറ്റർ വേറെ ആരുമല്ല, നമ്മുടെ ഗ്രേ ലീഡർ നാഷണൽ ടീം കൊണ്ടുവരുന്ന റിനാൽ സർ, എന്റെ ഒരു കോച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഒരു കോച്ച് വേണമല്ലോ. അപ്പൊ കിലിയൻ എംബാപ്പയ്ക്കും കോച്ച് ഉണ്ടല്ലോ, കോച്ച് റൊണാൾഡോ അല്ലല്ലോ. ഇപ്പൊ എന്റെ കോച്ച് റിനാൽ സർ ആണ്. ഇത് ഇപ്പുറത്ത് കാണിക്കുന്ന എന്റെ ഐഡോൾ ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ആരാധന വിഗ്രഹം എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ഇയാളെ പോലെ ആകണം എന്നാണ് ആഗ്രഹം. ഇയാളെ പേര് പറഞ്ഞല്ല, ശശാങ്ക് ഷെട്ടിഗർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇൻസ്റ്റാഗ്രാമിലെ മൂപ്പറ പ്രൊഫൈലാണിത്. മൂപ്പര് ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, MI ലിസ്റ്റിൽ യങ്ങസ്റ്റ് GTC പ്ലസ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ് മൂപ്പർ അച്ചീവ്മെന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മൂപ്പര് ഒരു 10 വർഷം മുമ്പേ, 2 വർഷത്തേക്ക്, 10 വർഷം മുമ്പെയാണ് മൈലേഷ്യൽ മാർക്കറ്റിൽ വരുന്നത്. ആ സമയത്ത് മൂപ്പര് 2 കൊല്ലത്തേക്ക് ഒരു ബ്രിട്ടീഷ് ONGC കമ്പനിയായിട്ട് 50,000 രൂപ പെർ മന്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം മുമ്പ് 50,000 റുപ്യ ഒരാഴ്ച ഒരു മാസ വരുമാനം എന്ന് പറഞ്ഞാൽ വലിയ വരുമാനമാണ് അല്ലെ. ഇന്ന് ചിലപ്പോൾ 1 ലക്ഷം റുപ്യ കിട്ടുന്നതിനേക്കാളും മേലെയാണ് അന്ന് 50,000 കിട്ടുന്നത്. ആ ഒരു ജോലി മൂപ്പർ രാജിവെച്ചിട്ടാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്തത്. എന്ന് പറഞ്ഞാൽ അന്നേരം മൂപ്പർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം എന്താണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ആ ജോലി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് മൂപ്പർ മൈലേഷ്യൽ മാർക്കറ്റിലേക്ക് വരുന്നത്. അങ്ങനെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡയറക്ട് സെല്ലിംഗിൽ. അതിനുശേഷം മൂപ്പർ അച്ചീവ്മെന്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലർ ആണ്. മാത്രമല്ല യങ്ങസ്റ്റ് GTC പ്ലസ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്. അതുപോലെ തന്നെ BMW X7 എന്ന് പറയുന്നത് 1,20,00,000 ഒരു വണ്ടി മൂപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തെ തന്നെ ഇന്ത്യയിലെ തന്നെ 2,10,000 ആൾക്കാരിൽ ഒരാളാണ് മൂപ്പർ. എന്ന് പറഞ്ഞാൽ 1 കോടിയെങ്കിലും ഓരോ കൊല്ലത്തിലും വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അതെല്ലാം മാറിയിട്ട് ഇന്ന് എനിക്കൊന്ന് മാസം 40 ലക്ഷത്തിന്റെ എല്ലാം മുകളിൽ മൂപ്പർ വരുമാനം മേടിക്കുന്നുണ്ട്. ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ് ഇന്ന്. അപ്പൊ അതുപോലെ തന്നെ മൂപ്പർ നമ്മളൊക്കെ വീട് എടുക്കൂലേ, മൂപ്പർ ഇതുപോലെ തന്നെ മൂപ്പർ ഒരു ഡ്രീം ഹോം എടുത്തിട്ടുണ്ട്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബൈയിലാണ്. ഏകദേശം 6 കോടിന്റെ വീടാണ് മൂപ്പർ എടുത്തത്. നമ്മളാണെങ്കിൽ എടുക്കുക എങ്ങനെയാ, നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് എടുക്കണം എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല മൂപ്പർ എല്ലാ മാസവും 3 ലക്ഷം റുപ്യ കേന്ദ്ര സർക്കാരിനും 3 ലക്ഷം റുപ്യ മൂപ്പറെ സ്റ്റേറ്റ് ഗവൺമെന്റ്, എന്ന് പറഞ്ഞാൽ മൂപ്പര മഹാരാഷ്ട്രക്കാരനാണ്. മഹാരാഷ്ട്ര സർക്കാർ ബോംബെക്കാരനാണ്. ജാവോ എന്ന് പറയുന്ന നാട്ടിൽ. ഇപ്പൊ പുള്ളിക്കാരൻ ബോംബെക്കാരനാണ്. അപ്പൊ പുള്ളിക്കാരൻ 3 ലക്ഷം റുപ്യ മൂപ്പരെ അത് മഹാരാഷ്ട്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എല്ലാ മാസവും GST പേ ചെയ്യുന്നുണ്ട്. കൂടുതലൊന്നും അറിയണ്ടല്ലോ, 6 ലക്ഷം റുപ്യ മൂപ്പര് GST മാത്രം പേ ചെയ്യുന്നുണ്ട്. നമ്മളിൽ ആഗ്രഹം എന്താ, ഒരു 6 ലക്ഷം റുപ്യ വരുമാനം കിട്ടണം. പക്ഷെ നേരത്തെ മൂപ്പര് 6 ലക്ഷം റുപ്യ ഓരോ മാസവും GST അടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ 2 ലക്ഷത്തിന്റെ മേലെ ടീം മൂപ്പർക്കുണ്ട്. മാത്രമല്ല നമുക്കിപ്പോ ഒരു 25 ലക്ഷം റുപ്യ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കാർ പോയിട്ട് എടുക്കില്ല, ഒരു 10 ലക്ഷം റുപ്യ ഒരു കാർ എടുക്കും. പക്ഷെ മൂപ്പർ 25 ലക്ഷം റുപ്യൊക്കെ എടുത്തത് ഒരു ബൈക്കാണ്. ആ BMW RR S1000 എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് മൂപ്പർ എന്താക്കിയത്, ഈ ബിസിനസ്സിലൂടെ എടുത്തത്. ഇന്ന് ഫുൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പർ ഇന്ന് കേരളത്തിലുണ്ട് കേട്ടോ.
മൂപ്പർ ഒരാഴ്ചയായിട്ട് കേരളത്തിലാണുള്ളത്. മൂപ്പർക്ക് ഒരു പണിയുമില്ല, എപ്പോ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. പക്ഷെ എല്ലാ ആഴ്ച എന്ത് ആക്കുന്നുണ്ട് മൂപ്പർ? ഈ ബുധനാഴ്ച ഇട്ടൊരു കാര്യമാണ്, മൂപ്പർ കേരളത്തിലാണുള്ളത്, മൂപ്പർ ടൂറിലാണുള്ളത് കേരളത്തിൽ. പക്ഷെ ഈ ബുധനാഴ്ച മൂപ്പർ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ആഴ്ച വരുമാനം 2,10,000 മൂപ്പർ 1,92 സംതിങ് ഉറുപ്പിക മൂപ്പർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത്. എന്റെ മൂപ്പർ പറഞ്ഞൊരു കാര്യമുണ്ട്, റിയൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാഴ്ച പോലും മുടങ്ങാണ്ട് എല്ലാ ആഴ്ച 2,10 കിട്ടുന്നുണ്ട്. ഇതാണ് എനിക്ക് യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ ഐഡോള് മൂപ്പറാണ്. എനിക്ക് മൂപ്പറെ പോലെ ആവണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പോ ഇന്ന് മൂപ്പര് എന്താ പറയാ, പല സ്ഥലങ്ങളിൽ ഇങ്ങനെ എന്താ പറയാ വളരെ ശക്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദ സീക്രട്ട് ഓഫ് സക്സസ്, മൂപ്പർ ഒറ്റ കാര്യം പറയാം, മൂപ്പറെ സ്റ്റോറി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഷോ ദി പ്ലാൻ, ഷോ ദി പ്ലാൻ, ഷോ ദി പ്ലാൻ. നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്യേണ്ടുള്ളൂ, മാക്സിമം ആളുകൾക്ക് ഈ ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്താന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ എന്നാണ് മൂപ്പർ സക്സസ് സീക്രട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ 500 കോടിന്റെ മേലെ മൂപ്പർ ടോട്ടൽ ടേൺ ഓവർ, 500 കോടിന്റെ മേലെ മൂപ്പർ കച്ചവടം ചെയ്തു. ഈ ഒരു ചെറുപ്പക്കാരൻ നമുക്ക് 10-31 വയസ്സേ ഉള്ളൂ, മൂപ്പർ 500 കോടിന്റെ മേലെ ടേൺ ഓവർ കച്ചവടം ചെയ്തു. അപ്പൊ എനക്കൊറ്റ കാര്യം പറയാനുള്ളൂ, എന്ത് കോഴ്സാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ കിലിയൻ എംബാപ്പയെ കാണിച്ച സമയത്ത് ഞാൻ ഒരാളും കൂടെ കാണിച്ചിട്ടുണ്ട്, അതായത് മെസ്സിനെ റൊണാൾഡോനെ കാണിച്ചിട്ടുണ്ട്. അപ്പോ 25-ാമത്തെ വയസ്സിൽ മെസ്സിനെ റൊണാൾഡോനേക്കാളും അച്ചീവ്മെന്റ് ആയിരിക്കുന്നുണ്ട്, കിലിയൻ എംബാപ്പയ്ക്ക് ഉണ്ട്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരു 30-ാമത്തെ വയസ്സിൽ ഇതേപോലെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ 30-ാമത്തെ വയസ്സിൽ നെമീറും 30-ാമത്തെ വയസ്സിൽ ശശാങ്ക് ഷെട്ടിഗറും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശശാങ്ക് ഷെട്ടിഗറിനേക്കാൾ അച്ചീവ്മെന്റ് എനിക്ക് ഉണ്ടാവും, എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അന്ന് ഞാനൊരു ഡയമണ്ട് എക്സിക്യൂട്ടീവ് എങ്കിലും മിനിമം ഞാൻ ആയിരിക്കും എന്നുള്ള ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അന്ന് നിങ്ങൾ പറയില്ലേ എന്ത്, ഇപ്പം കിലിയൻ എംബാപ്പേനെ ദൈവം ആയുസ്സും ആരോഗ്യം തരണം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് ഒരു BYD സീൽ എന്ന് പറയുന്ന വണ്ടി ഇറക്കാം, അത് ഒറ്റ കൊല്ലം കൊണ്ട് ഇറക്കണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹം. ഇൻഷാ അല്ലാ അതെന്തായാലും അടുത്ത ഒരു 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 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഒരു വണ്ടിയിലേക്ക് മാറുന്നതായിരിക്കും. BYD സീൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 മുതൽ 55 ലക്ഷം റുപ്യ വരെ വില വരുന്ന ഒരു വണ്ടിയാണിത്. ആഹ് അതുപോലെ തന്നെ അടുത്തൊരു ഗോളാണ് എന്റെ ഒരു ഹോൺ ആയിട്ടുള്ള ഒരു ഹോം ഉണ്ടാക്കണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ ഉപ്പ വെച്ച വീട്ടിലാണ് താമസിക്കുന്നത്, എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമാണ്. അത് ഈ രീതിയിലേക്ക് ആയിരിക്കണം വീട്, വെറുതെ ഒരു വീട് ഉണ്ടാക്കല്ല, 4 വണ്ടി എന്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഈ ലെവലിലേക്കുള്ള ഒരു വീടായിരിക്കണം എന്റെ വലിയൊരു ആഗ്രഹമാണ്. വലിയ വീട് വേണമെന്നില്ല, പക്ഷെ വലിയ കാർ പോർച്ച് ആയിരിക്കണം. അപ്പൊ അതെന്റെ വലിയൊരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ എന്റെ മാരേജ് അടുത്ത ലെവലിലേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോകം മൊത്തം കറങ്ങണം എന്ന് വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മാത്രമല്ല ഒരു മാർഷൽ ആർട്സിന്റെ ഒരു ട്രെയിനിങ് സെന്റർ കുറ്റിയാടി ഒരു വലിയൊരു രീതിയിൽ ഒരു 3 നിലയിൽ ഫസ്റ്റ് ലെവൽ ലെയറിൽ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ജിമ്മ്, അതിന്റെ മേലെ ബൗട്ട്, അതിന്റെ മേലെ എന്താ പറയാ ബോക്സിംഗിന്റെ ഒരു ബൗട്ട് ഉണ്ടല്ലോ, അങ്ങനെ ഈ ലെവലിൽ ഒരു വലിയൊരു മാർഷൽ ആർട്സിന്റെ ട്രെയിനിങ് സെന്റർ തുടങ്ങുന്നത് വലിയൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ളൊരു സെന്റർ ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇത് കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്, കോഴിക്കോട് ജില്ലയിലൊന്നും എവിടെയും ഞാൻ ഇങ്ങനെയുള്ളൊരു ജിമ്മും കാര്യങ്ങളും സംഭവങ്ങളൊന്നും വരുന്ന ഒരു ക്ലബ്ബ് ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു ക്ലബ്ബ് തുടങ്ങി, ഇതിന് കോടികൾ വേണട്ടാ, വെറുതെ ഒന്നും ഇങ്ങനെയുള്ള സംഗതി തുടങ്ങാൻ പറ്റൂല. അപ്പോൾ അടുത്തതാണ് എവറസ്റ്റ് എക്സ്പെഡിഷൻ. എന്റെ വലിയൊരു ആഗ്രഹമാണ് എവറസ്റ്റ് കീഴടക്കണം എന്നുള്ളത്. ഇൻഷാ അല്ലാ അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമുക്ക് സമയമില്ല. ഓ 53 സോറി കേട്ടോ, 2 മിനിറ്റ് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോ എവറസ്റ്റ് കീഴടക്കണം എന്ന് വലിയൊരു ആഗ്രഹമാണ്. അതിന് 70 ലക്ഷം മുതൽ 1 കോടി വരെ നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല ഏകദേശം ഒരു കൊല്ലത്തിന്റെ അടുത്ത് അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഞാൻ വേറൊരു പണിക്ക് പോവാണെങ്കിൽ എനിക്ക് ഈ ഒരു പണി സംഗതി നടക്കൂല. കാരണം എന്താ, ഒരു കൊല്ലത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ എന്റെ വരുമാനം മൊത്തം തീരും. 1 കോടിയെങ്കിലും വേണം. അത് 1 കോടി വേറെ പണിക്കൊന്നും അതിന് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. മാത്രമല്ല ഞാൻ വേറെ പണിക്ക് പോവാണെങ്കിൽ ആ സമയത്തൊന്നും വരുമാനം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ഇന്ന് ഉറപ്പിച്ച് പറയുന്നു, ഒരു കൊല്ലം ഞാൻ ലീവ് എടുത്തിട്ട് ഈ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന സമയത്ത് ഒരാഴ്ച പോലും മുടങ്ങാണ്ട് എവരി വീക്കെൻഡ് അക്കൗണ്ടിൽ 2,10,000 കിട്ടും. 35-ാമത്തെ വയസ്സിന്റെ ഉള്ളിൽ ഞാൻ ഈ അവസ്ഥ കീഴടക്കുമെന്ന് മാത്രം പറയുന്നു. പടച്ചവൻ ആയുസ് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ലെവലിലേക്കുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിൽ കാണിച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ അഡ്വഞ്ചർ സ്പോർട്സ് എക്സ്പീരിയൻസ് എന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. അതിൽ സ്കൂബ ഡൈവിങ്, അതുപോലെ തന്നെ സ്നോ ബോർഡിങ്, അതുപോലെ തന്നെ റോക്ക് ക്ലൈംബിങ്, മാത്രമല്ല അത് ബങ്കി ജമ്പിങ്, ആകാശത്ത് നിന്ന് എടുത്ത് തുള്ളുന്നില്ലേ, വേക്കൊരു കയറ് കിട്ടിയിട്ട് അത്. അതുപോലെ തന്നെ കയറ് കെട്ടാണ്ട് മറ്റേ ഇതുണ്ടല്ലോ സ്കൈ ഡൈവിങ്, ഇങ്ങനെ ദുബൈയിൽ പോയിട്ട് സ്കൈ ഡൈവിങ് ചെയ്യണമെന്നും. അതുപോലെ തന്നെ ഇത് സർഫിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത് ശശാങ്ക് ഷെട്ടിഗർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സർഫിംഗ് നമ്മളെ മറ്റേ തിരമാലന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്നത്, ഓടി വരിക, ഈ സാധനത്തിന്റെ മേലെ കയറുക, തിരമാല ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകും. ഈ ലെവലിലേക്കുള്ള സംഗതി, ഇങ്ങനെയുള്ള കുറെ അഡ്വഞ്ചർ സ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഇവിടെ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ അഡ്വഞ്ചറും എക്സ്പീരിയൻസ് ചെയ്യുന്ന വലിയൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഇൻഷാല്ല അതിന്റെ ഓരോരോ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാര്യങ്ങൾ സെറ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ആഗ്രഹമാണ് സ്പേസ് ട്രാവൽ ചെയ്യണം അല്ലെ. എല്ലാവർക്കും ആഗ്രഹം അമേരിക്ക പോകണം, ഇവിടെ പോകണം. എന്റെ ആഗ്രഹം സ്പേസിൽ പോകണം എന്നുള്ളതാണ്. ഇതുപോലെ ഇരുന്നിട്ട്, അതായത് ചന്ദ്രനിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഭൂമിനെ കാണാം. കട്ടൻ ചായ കുടിക്കാൻ പറ്റില്ല, അത് ഞാൻ തമാശ പറഞ്ഞാണ്. ഇതുപോലെ എനിക്ക് ഭൂമിനെ കാണുന്ന വലിയൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഇൻഷാ അല്ലാ അതും
പഠിച്ച ആയുസ് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ എലോൺ മസ്ക് ഇപ്പൊ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ സ്പേസ് ട്രാവലിംഗിന്റെ കാര്യം. ഇതും ഞാൻ ഇൻഷാല്ല ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. ഇതിനും കോടികൾ ആവശ്യമാണ് കേട്ടോ, ചെറിയ പൈസ ഒന്നും പോരാ. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയാ ആളുകൾ കേട്ടാൽ അവർക്ക് ഇവനിക്ക് ഭ്രാന്താണല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുപോലെ തന്നെ ഡയറക്ഷനിൽ തന്നെ നല്ലൊരു ബെസ്റ്റ് ഒരു ട്രെയിനർ ആവണം എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. ഇൻഷാല്ല അത് ഞാൻ ആവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇന്നും പല പ്രോഗ്രാമും ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പല റീറ്റെയിൽ വർക്ക്ഷോപ്പും FS ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ പറയാനുള്ളൂ, നിങ്ങളെ എന്താ പറയാ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാക്കാനൊന്നും ആരും ഇവിടെ വരില്ല. ബി യുവർ ഓൺ ഹീറോ. നിങ്ങളാണ് നിങ്ങളെ ഹീറോ എന്ന് പറയുന്നത്. നിങ്ങളെ ആരും രക്ഷപ്പെടുത്താനൊന്നും ആരും വരും നിങ്ങൾ കരുതണ്ട. മറിച്ച് എന്താകാം, നിങ്ങൾ വളരെ ശക്തമായിട്ട് ഇറങ്ങുക. നിങ്ങൾ ശക്തമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ലീഡേഴ്സ് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വൺ സപ്പോർട്ട് ആയിട്ട് നിങ്ങൾ അപ്ലൈ ലീഡേഴ്സ്. അത് തന്നെയാണ് എനിക്കും കിട്ടുന്നത്. ഞാൻ വളരെ ശക്തമായിട്ട് ഇറങ്ങി എനിക്ക് എന്റെ അപ്ലൈ ലീഡേഴ്സ് നല്ല സപ്പോർട്ട് ഉണ്ട്. അല്ലാണ്ട് വീട്ടിൽ കുത്തിയിട്ട് ആരോ വന്നിട്ട് എല്ലാം സെറ്റ് ആക്കി തരുമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, അത് ചെയ്തു തരൂല. മറിച്ച് എന്താക്കുക, നമ്മളാണ് നമ്മൾ ഹീറോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ വളരെ ശക്തമായിട്ട് ഇറങ്ങുക. കൂടുതലൊന്നും പറയാനില്ല. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്.